അസ്സലാമു അലൈക്കും. നമ്മുടെ പരിപാടി ആരംഭിക്കുകയാണ്. ഖിറാഅത്തിന് വേണ്ടി ഗിൻ മുഹമ്മദിനെ ക്ഷണിക്കും. السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. പരിപാടിക്ക് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി നിയോജകമണ്ഡലം MSFന്റെ പ്രസിഡന്റ് അലി അക്ബറിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. ഈ യോഗത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന MSF തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ് അൽ റസീൻ, ഈ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്ന മുസ്ലിം ലീഗ് തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ് CA അബ്ദുൾ റഷീദ്, മുഖ്യാതിഥിയായി ഇവിടെ എത്തിയിട്ടുള്ള MSF സംസ്ഥാന ട്രഷറർ CK നജാഫ്, മറ്റു വേദിയിലും സദസ്സിലുമുള്ള MSFൻ്റെയും യൂത്ത് ലീഗിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും പ്രവർത്തകർ, 10ാം ക്ലാസ്സും പ്ലസ് ടു കഴിഞ്ഞ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എൻ്റെ കൂട്ടുകാർ, എല്ലാവരെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ഈ സംഗമം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ നിയോജക മണ്ഡലത്തിലെ കാരണവന്മാർ, MSFൻ്റെ സഹപ്രവർത്തകർ, ഈ സംഗമത്തിലേക്ക് എത്തിച്ചേരാനിരിക്കുന്ന MSFൻ്റെ സംസ്ഥാന ട്രഷറർ CK നജാഫ്, അതോടൊപ്പം മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ് സാഹിബ് അടക്കമുള്ള നേതാക്കന്മാരെ, എൻ്റെ മുൻപിലിരിക്കുന്ന MSFൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹപ്രവർത്തകർ, മറ്റ് വിദ്യാർത്ഥിനി സുഹൃത്തുക്കൾ, ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഏറെ സന്തോഷത്തോടും അതിലേറെ അഭിമാനത്തോടും കൂടിയിട്ടാണ് നമ്മൾ ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ നിയോജക മണ്ഡലം സമ്മേളനവുമായി ബന്ധപ്പെട്ട് MSFൻ്റെ ഒരു വിദ്യാർത്ഥി സംഗമം കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിൽ നടക്കണം എന്ന് ഇതിൻ്റെ സ്വാഗത സംഘം MSFൻ്റെ യോഗത്തിൽ പറയുകയും അന്നു മുതൽ ഈ സംഗമം ഇതുപോലെ ഇവിടെ അണിയിച്ചൊരുക്കുന്നതിന് വേണ്ടി അഹോരാത്രം പരിശ്രമിച്ച മുസ്ലിം ലീഗിൻ്റെ യൂത്ത് ലീഗിൻ്റെ MSFൻ്റെ നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ ആദ്യമായി അഭിവാദ്യം ചെയ്യാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഇത്തരത്തിലൊരു വിദ്യാർത്ഥി സംഗമം വിളിച്ചു കൂട്ടുന്ന സമയം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. SSLCയും ഹയർ സെക്കൻഡറി പരീക്ഷകളും കഴിഞ്ഞ് വിജയികളായി വന്ന
വിദ്യാർത്ഥികൾ അവരെ കൂടെ ഈ ഒരു പരിപാടിയിലേക്ക് ഉൾപ്പെടുത്തണമെന്ന് പറയുകയും അത്തരത്തിലൊരു പരിപാടിയാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഇവിടുത്തെ നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറിയും പ്രസിഡന്റും ഉബൈദും അതുപോലെ തന്നെ അലിയും ഒക്കെ ഉണ്ട് ഇവിടെ. അവരോട് ഇത്തരത്തിലൊരു കാര്യം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ മറുപടിയാണ്, ഇവിടെ വരുന്ന MSFകാർ തന്നെയാണ് നമ്മുടെ മേഖലകളിൽ നമ്മുടെ പ്രദേശത്ത് SSLCയിലും ഹയർ സെക്കൻഡറിയിലും ഉന്നതമായിട്ടുള്ള വിജയം കരസ്ഥമാക്കിയിട്ടുള്ളത് എന്നാണ്. അതാണ് മറ്റ് സംഘടനകളിൽ നിന്ന് MSFനെ വ്യത്യസ്തമാക്കുന്നത്. നമ്മൾ ഈ ഒരു സംഗമ നഗരിക്ക് ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് പേര് നൽകിയിരിക്കുന്നത് CH മുഹമ്മദ് കോയ നഗർ എന്നാണ്. ആ CHന്റെ പേരിൽ നാമധേയം ചെയ്യപ്പെട്ട ഒരു നഗരിയിലാണ്, ഒരു പ്രദേശത്താണ് നമ്മളിവിടെ ഇരിക്കുന്നത്. നമുക്കറിയാം CH പഠിക്കുക വീണ്ടും പഠിക്കുക എന്ന് MSFകാരോട് എപ്പോഴും പറയുകയും, നിങ്ങൾ ഇന്ന് കാണുന്ന ഈ ബുദ്ധിമുട്ടുകളെ മാറ്റണമെങ്കിൽ നിങ്ങൾ മുറുക്കിയെടുത്തിട്ടാണെങ്കിലും നിങ്ങളെ മക്കളെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞ ആ CHന്റെ സ്വപ്നത്തിലൂടെയാണ് നിങ്ങൾ നടന്നു പോകുന്നത്, നമ്മുടെ കുട്ടികൾ നടന്നു നീങ്ങുന്നത് എന്ന് അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ സാധിക്കും. നിങ്ങളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് വെറുതെ ഒരു അവാർഡ് വാങ്ങിക്കാൻ വേണ്ടി മാത്രമല്ല. ഞങ്ങൾക്കറിയാം MSFനെ കുറിച്ച് കേൾക്കാനും MSFനെ കുറിച്ച് അറിയാനും വന്നവർ ഇവിടെ ഏറെയുണ്ട്. സുദീർഘമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ MSFനെ കുറിച്ച് നിങ്ങളോട് പറയുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ ലീഗ് രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനുമൊക്കെ ഇവിടെ ബഹുമാനപ്പെട്ട നേതാക്കന്മാർ ഏറെയുണ്ട്. ഒരു കാര്യം മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളുടെ യുവാക്കൾ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ ഇന്ന് സമൂഹത്തിൽ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് രാഷ്ട്രീയവാദികളായി അല്ലെങ്കിൽ സ്വന്തമായി നിലപാടുകളൊന്നുമില്ലാത്തവരായി നമ്മുടെ തലമുറ, നമ്മുടെ യുവാക്കൾ, നമ്മുടെ വിദ്യാർത്ഥികൾ മാറുന്നുണ്ടോ എന്ന് നമ്മളേറെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഒരു സമൂഹത്തിൽ നിലപാടുകളില്ലാത്ത അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്ത ഒരു കൂട്ടം, അവരെ കൊണ്ട് ഈ സമൂഹത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് MSF നിങ്ങളോട് കൃത്യമായിട്ട് പറയുന്നത്, നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയവും കൃത്യമായിട്ടുള്ള നിലപാടുകളും എല്ലാ വിഷയത്തിലും വേണമെന്ന് MSF പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് രാഷ്ട്രീയം വേണം. ഇവിടെ MSFന്റെ ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ MSFകാർ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്ന ഈ അവാർഡ് വാങ്ങിക്കാൻ വന്നിരിക്കുന്ന വിദ്യാർത്ഥികൾ. ഞങ്ങൾക്കേറെ സന്തോഷമുണ്ട്. കാരണം ഞങ്ങളുടെ നേതാക്കന്മാർ CHന്റെ, സിദി സാഹിബിന്റെ, ബാഫക്കി തങ്ങളുടെ, പൂക്കോയ തങ്ങളുടെ സ്വപ്നങ്ങളാണ് നിങ്ങൾ പൂവണിയിക്കുന്നത്. ആ സ്വപ്നത്തിലാണ്, അവർ നാട്ടിയ വഴിയിലൂടെയാണ് നിങ്ങൾ നടക്കുന്നത് എന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. MSFന്റെ നമുക്കറിയാം, ഇവിടെ വേര് എന്നാണ് MSFന്റെ സംസ്ഥാന ക്യാമ്പയിന് നൽകിയിരിക്കുന്ന പേര്. ആ വേരിലൂടെ MSFന്റെ സംസ്ഥാന കമ്മിറ്റി പറഞ്ഞു വെക്കുന്നത് നിങ്ങൾ വേരുകളെ തിരിച്ചറിയുക എന്നുള്ളതാണ്. CH നട്ട വിത്തുകൾ, CH പാകിയ വിത്തുകൾ, CH നട്ട തൈകളൊക്കെ വളർന്ന് വലിയ ശിഖരങ്ങളായി മാറിയിരിക്കുകയാണ്. പൂക്കളും ഒക്കെ കായ്ക്കുന്ന വലിയ ശിഖരങ്ങളുള്ള വൃക്ഷങ്ങളായി നിങ്ങൾ മാറിയിരിക്കുകയാണ്. ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. അപ്പോൾ നിങ്ങൾ പഠിക്കുന്നതോടൊപ്പം, നിങ്ങളുടെ ജോലിയിൽ ചെയ്യുന്നതോടൊപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം ഉണ്ടാകണം, നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള നിലപാടുകൾ ഉണ്ടാകണം. നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ നമുക്ക് തരണം ചെയ്യണമെങ്കിൽ നമ്മളെ ഇങ്ങനെ അകറ്റാൻ പരമാവധി ആളുകൾ ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്തെ സിറ്റുവേഷൻസ് നമുക്കറിയാം. നമ്മുടെ ആളുകൾ ഇങ്ങനെ പരസ്പരം അകറ്റാൻ നോക്കും തോറും നമ്മൾ കൂടുതൽ അടുത്തിരിക്കണം. അതിന് നമ്മുടെ ഈ സംഘബോധത്തെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ സംഘടനയാണ് MSF എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ കേരളത്തിലെ ഏറ്റവും മികച്ച സംഘടനയാണ് MSF എന്ന് അഭിമാനത്തോടു കൂടി ഞങ്ങൾക്ക് പറയാൻ സാധിക്കും. എങ്ങനെയാണ് ഒരു സംഘടന ഏറ്റവും മികച്ച സംഘടനയാകുന്നത്? കേരളത്തിൽ ഒരു MP-യുടെ ദേശീയ നേതാവ് നമ്മുടെ നാട്ടിൽ MP-യാണ് രാഹുൽ ഗാന്ധി. അദ്ദേഹത്തിന്റെ ഓഫീസ് തകർക്കുന്ന ഒരു വിദ്യാർത്ഥി കൂട്ടത്തെ നാളെ മികച്ച വിദ്യാർത്ഥികളായിട്ട് നമുക്ക് തീരുമാനിക്കാൻ കഴിയുമോ? ഇല്ല. ബസ്സിന് കല്ലെറിയുന്ന വിദ്യാർത്ഥികൾ എങ്ങനെയാണ് ഒരു മികച്ച വിദ്യാർത്ഥികളാകുന്നത്? ഒരു മികച്ച വിദ്യാർത്ഥി ആകുന്നത്, ആ വിദ്യാർത്ഥി എങ്ങനെയാണ്
തൻ്റെ പഠനത്തിന് ശേഷം, തൻ്റെ കലാലയ ജീവിതത്തിന് ശേഷം, തൻ്റെ സംഘടനാ ജീവിതത്തിന് ശേഷം ഒരു സമൂഹത്തോട് അല്ലെങ്കിൽ നമ്മുടെ സമുദായത്തോട് എങ്ങനെ കൂറുള്ളവരായി പ്രതിബദ്ധതയുള്ളവരായി തീരുന്നു എന്നുള്ളതായിട്ടാണ് ആ സംഘടനയെ മികച്ചതാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും മികവുറ്റ സംഘടന അത് MSF ആണ് എന്ന് അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ സാധിക്കും. അത്തരത്തിലുള്ള ഒരു വിദ്യാർത്ഥി കൂട്ടമാണ് MSF-ൽ നിന്ന് വരുന്ന വിദ്യാർത്ഥി കൂട്ടം അങ്ങനെയുള്ളതാണ് എന്ന് അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ സാധിക്കും. ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ കൃത്യമുള്ള രാഷ്ട്രീയമുള്ളവരായി തീരുക, നിങ്ങൾ കൃത്യമുള്ള നിലപാടുകളുള്ളവരായി തീരുക. എന്നാൽ മാത്രമേ ഇന്ന് നിങ്ങൾ ഇവിടെ വിജയിച്ചവർ ഏറെ ഞങ്ങളുടെ മുൻപിലിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾ ഈ 10ാം ക്ലാസ്സിലും +2-ലും മാത്രം വിജയിച്ചാൽ പോരാ. നിങ്ങളുടെ മുന്നോട്ടുള്ള പഠനം, നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതം, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അതിലെല്ലാം വിജയിക്കേണ്ടവരാണ് നിങ്ങൾ. അങ്ങനെ വിജയിച്ച് ആത്മാഭിമാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സംഘബോധത്തിന്റെ ബലം അത് മനസ്സിലാക്കിക്കൊണ്ട് കൂടിച്ചേർന്നിരിക്കണം. നമ്മൾ കൂട്ടമായി നിന്നാൽ മാത്രമേ നമുക്കെതിരെ വരുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യാൻ നമുക്ക് കഴിയുകയുള്ളൂ. സുദീർഘമായി സംസാരിക്കുന്നില്ല. ഇത്തരത്തിലൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചപ്പോൾ ഇവിടെ മുസ്ലിം ലീഗിന്റെ നേതൃത്വം, ഈ അന്നമനട പഞ്ചായത്തിലുള്ള ഒരുപാട് നമ്മുടെ മുസ്ലിം ലീഗിന്റെ, യൂത്ത് ലീഗിന്റെ ആളുകളൊക്കെ നമ്മുടെ ഈ പരിപാടിയുമായിട്ട് വലിയ പിന്തുണ നമുക്ക് തന്നിട്ടുണ്ട്. അവരെയൊന്നും ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കാൻ ഓടി നടന്നിട്ടുള്ള MSF-ന്റെ നിയോജകമണ്ഡലം പ്രസിഡന്റ് അലിയും പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറി ഉബൈദൊക്കെ ഇത്തരത്തിൽ ഈ വിദ്യാർത്ഥികളെ ഇവിടെ സംഘടിപ്പിക്കുന്നതിൽ വലിയ ഒരു പിന്തുണ നമുക്ക് തന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു പരിപാടി പ്രഖ്യാപിച്ചതു മുതൽ നമ്മളുടെ ഒപ്പം നിന്നിട്ടുള്ള ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗിന്റെ നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി PK നൌഷാദ് സാഹിബ്, അതോടൊപ്പം ജില്ലാ പ്രവർത്തക സമിതി അംഗം MH ഫൈസൽ, അങ്ങനെ ഇവിടെ അലിയാർക്ക അടക്കമുള്ള ജനറൽ കൺവീനർ അലിയാർക്ക ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കാൻ തന്നെ കാരണം ഈ ഇത്തരത്തിലൊരു യൂത്ത് ലീഗിന്റെ സമ്മേളനം പ്രഖ്യാപിക്കുകയും ആ സമ്മേളനത്തോടനുബന്ധിച്ച് നിങ്ങൾ വിദ്യാർത്ഥികളെ കൂട്ടണമെന്ന് നമുക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ തന്ന ഈ സ്വാഗത സംഘത്തിന്റെ ചെയർമാൻ യൂസഫ് പടിയത്ത് സാഹിബ്, അതുപോലെ തന്നെ ജനറൽ കൺവീനർ അലിയാർക്ക, അവരെയൊക്കെ ഈ നാട്ടിലെ MSF-ന്റെ പ്രവർത്തകർക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചപ്പോൾ തന്നെ ഈ യോഗത്തിലേക്ക് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഈ പരിപാടിയിലേക്ക് മുഖ്യാതിഥിയായിട്ട് എത്തിച്ചേരുന്നത് CK നജാഫ്. അദ്ദേഹം MSF-ന്റെ സംസ്ഥാന ട്രഷററാണ്. അദ്ദേഹം ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരും. അതോടൊപ്പം മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ് സാഹിബ് ഇവിടെ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ എത്തിച്ചേരും. അതുപോലെ തന്നെ MSF-ന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി ആരിഫ് പാലയൂർ, അതുപോലെ തന്നെ സംസ്ഥാന പ്രവർത്തക സമിതി അംഗം ഫൈസ് മുഹമ്മദ്, അവരൊക്കെ ഈ പരിപാടിയിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. നിങ്ങളെ കാണാൻ, പല പ്രദേശത്തു നിന്നും നിങ്ങളെ കാണാൻ വേണ്ടി അവരെത്തിച്ചേരുകയാണ്. അപ്പോൾ ഇൻഷാല്ലാ സുദീർഘമായി സംസാരിക്കുന്നില്ല. MSF-ന്റെ സംസ്ഥാന ട്രഷറർ CK നജാഫ്, ജില്ലാ ജനറൽ സെക്രട്ടറി ആരിഫ് പാലയൂർ, സംസ്ഥാന പ്രവർത്തക സമിതി അംഗം ഫായിസ് മുഹമ്മദ് ഒക്കെ ഇങ്ങോട്ട് വേദിയിലേക്ക് വരികയാണ്. അവരൊക്കെ ഈ പ്രദേശത്തെ MSF-ന്റെ പ്രവർത്തകർക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു, അവരെ അഭിവാദ്യം ചെയ്യുന്നു. കൂടുതൽ സുദീർഘമായി സംസാരിക്കുന്നില്ല. കൂടുതൽ സംസാരിക്കുന്നില്ല. ഈ പരിപാടിയെക്കുറിച്ച് ഒരു ആമുഖം പറയുന്നതിന് വേണ്ടി നിയോജകമണ്ഡലം മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട നൌഷാദ് കെ ക്ഷണിക്കുന്നു. അതിനുശേഷം നിങ്ങളോട് MSF-ന്റെ സംസ്ഥാന ട്രഷറർ CK നജാഫ് സംസാരിക്കും. ബഹുമാനപ്പെട്ട അധ്യക്ഷനും MSF-ന്റെ ജില്ലാ അധ്യക്ഷനുമായ അൽ റസീൻ സഹായ്, മുസ്ലിം ലീഗിൻ്റെ നിയോജകമണ്ഡലം പ്രസിഡന്റ് യൂസഫ് പടിയത്ത് അവർകൾ, MSF-ന്റെ സംസ്ഥാന ട്രഷററും നമ്മളുടെ ഇന്നത്തെ മുഖ്യ അതിഥിയുമായ ജനാബ് നജാബ് സാഹിബ്, അതുപോലെ തന്നെ സ്റ്റേജിൽ ഉപവിഷ്ടരായിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെയും പോഷക സംഘടനകളുടെയും അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്ന ഇന്നത്തെ വിജയികൾ ട്രോഫി ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി
എത്തിച്ചേർന്ന പ്രിയമുള്ള വിദ്യാർത്ഥികളെ, മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന നിയോജക മണ്ഡലത്തിലെ പ്രചരണ പരിപാടികളുടെ ഭാഗമായി നടക്കുന്ന വിദ്യാർത്ഥി സംഗമമാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷനെ പറ്റി ഇവിടെ പറയുകയുണ്ടായി, സൂചിപ്പിക്കുകയുണ്ടായി. നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യത്തിന് ശേഷം ഒരു ഗതി കിട്ടാതെ അലഞ്ഞിരുന്ന ഒരു സമുദായത്തെ ഒരു വിദ്യാഭ്യാസവും അതുപോലെ തന്നെ സാമ്പത്തികവുമായി വളരെ പിന്നോക്കം നിന്ന ഒരു സമുദായത്തെ ഒരു കൊടുകീഴിൽ അണിനിരത്തിക്കൊണ്ട് കായ് ജമലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിൻ്റെയും അതുപോലെ തന്നെ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫാക്കി തങ്ങളുടെയും തുടർന്ന് വന്ന CH മുഹമ്മദ് കോയ സാഹിബ് തുടങ്ങി പാണക്കാട് കുടുംബത്തിലെ ശിഹാബ് തങ്ങളും ഹൈദരലി തങ്ങളും ഇന്ന് സാദിഖ് അലി തങ്ങളുടെ നേതൃത്വത്തിൽ നിൽക്കുന്ന ഒരു സംഘടനയാണ് മുസ്ലിം ലീഗ്. ആ മുസ്ലിം ലീഗിൻ്റെ പോഷക സംഘടനയായി ആദ്യ കാലഘട്ടങ്ങളിൽ തന്നെ വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിന്നിരുന്ന മുസ്ലിം സമുദായത്തിനെ സ്ത്രീകളും നമ്മുടെ കുട്ടികളും വിദ്യാഭ്യാസിക്കാതെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിനെതിരെയും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെയും അവരോടുള്ള എതിർപ്പ് കൊണ്ട് വിദ്യാഭ്യാസത്തിൽ നിന്ന് മാറി നിന്നിരുന്ന ഒരു സമുദായത്തെ നമുക്കറിയാം. ഈ ഇന്ന് കാണുന്ന വിദ്യാർത്ഥി സമൂഹത്തെ വാർത്തെടുക്കാൻ അതിനുവേണ്ടി പരിശ്രമിച്ച, അഗാധമായി അതിനുവേണ്ടി തൻ്റെ സ്വത്തും KMCD സാഹിബിനെ പോലുള്ള ആളുകൾ രൂപീകരിച്ച ഒരു സംഘടനയാണ് മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷൻ. MSF എന്ന് പറയുന്ന ആ സംഘടന പഠിപ്പിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇന്ന് കാണുന്ന ഈ വിദ്യാർത്ഥി സമൂഹത്തെ വാർത്തെടുക്കുന്നതിൽ അതിയായ പങ്കുവഹിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് എടുത്തു കാണാൻ സാധിക്കും. അന്നൊരു യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, മഹാനായ CHൻ്റെ അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നപ്പോൾ രൂപീകരിച്ചൊരു വിദ്യാഭ്യാസ യൂണിവേഴ്സിറ്റിയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. അതുപോലെ തന്നെ ഫറോക്ക് കോളേജ് തുടങ്ങിയ നിരവധി, സർ സയ്യിദ് കോളേജ് തുടങ്ങിയ നിരവധി സ്ഥാപനങ്ങൾ ഉണ്ടാക്കുകയും വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിന്ന ഈ സമുദായത്തെ ഒരു പച്ചത്തുരുത്തായി അതിനുവേണ്ടി പരിശ്രമിച്ച് ഇന്ന് ഈ കാണുന്ന രീതിയിൽ വളർത്തിയെടുക്കുന്നതിൽ മുസ്ലിം ലീഗും MSFും അതിയായ പങ്കുവഹിച്ചിട്ടുണ്ട് എന്ന് അത് ഉത്തമ ബോധ്യമുള്ള ആളുകളാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അതോടൊപ്പം അതിനുവേണ്ടി ഈ വിദ്യാഭ്യാസ മേഖലയിൽ വളരെ വിജയം വരിച്ച വിദ്യാർത്ഥികളെയും അവരെ അനുമോദിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഈ യോഗം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിന് വന്ന എല്ലാ നല്ലവരായ MSFിൻ്റെയും മറ്റു പോഷക മുസ്ലിം ലീഗിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും എല്ലാ നേതാക്കളെയും എല്ലാ സഹോദരന്മാരെയും വിദ്യാർത്ഥിനികളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് മുസ്ലിം ലീഗ്. അടുത്തതായി നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി MSFിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ ആരിഫിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. MSF കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം വിദ്യാർത്ഥി സംഗമത്തിൻ്റെ അധ്യക്ഷൻ, പ്രിയങ്കരനായ ജില്ലാ MSFിൻ്റെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള അൽ റസീൻ, വേദിയിൽ എത്തിച്ചേർന്നിട്ടുള്ള MSFിൻ്റെ സംസ്ഥാന ട്രഷറർ CK നജാഫ്, വേദിയിൽ ഇരിക്കുന്ന മുസ്ലിം ലീഗിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും MSFിൻ്റെയും പ്രിയങ്കരായ നേതാക്കളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, മുസ്ലിം യൂത്ത് ലീഗ് കൊടുങ്ങല്ലൂർ നിയോജകമണ്ഡലം സമ്മേളനത്തിൻ്റെ ഭാഗമായി നടത്തുന്ന വിദ്യാർത്ഥി സംഗമത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ അധ്യയന വർഷത്തിൽ SSLC+2 ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ
ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണ്. വളരെ കൃത്യമായിട്ടിവിടെ MSF എന്ന് പറയുന്ന ഈ സംഘടനയെക്കുറിച്ചുള്ള കാര്യങ്ങളിവിടെ പറയുകയുണ്ടായി. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഈ വലിയ പ്രസ്ഥാനത്തിൻ്റെ ഒരു പോഷക സംഘടന, വിദ്യാർത്ഥി പ്രസ്ഥാനം, മുസ്ലിം സ്റ്റുഡൻറ്റ് ഫെഡറേഷൻ, നമ്മളൊക്കെ അതിൽ പ്രവർത്തിക്കുമ്പോൾ നമുക്കറിയാം ഇന്ന് ഈ കാലഘട്ടത്തിൽ പല സംഘടനകളും ഈ സമുദായത്തിൻ്റെ ഇടയിലേക്ക് ഈ സമുദായത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികളെ, നമ്മുടെ യുവാക്കളെ എല്ലാം വഴിതെറ്റിച്ചുകൊണ്ട് ആ സംഘടനയിലേക്ക്, അവരുടെ സംഘത്തിലേക്ക് വഴിതെറ്റിച്ചുകൊണ്ട് ക്ഷണിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതിൽ ആ സംഘടനയിലേക്ക് എത്തിച്ചപ്പെടുന്ന വിദ്യാർത്ഥികളുണ്ട്, യുവജനങ്ങളുണ്ട്, രക്ഷിതാക്കൾ ഒക്കെ തന്നെയുണ്ട്. നമുക്കറിയാം കഴിഞ്ഞ 1-2 മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ ആലപ്പുഴയിൽ ഒരു പാർട്ടിയുടെ ഒരു റാലി നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി. വളരെ ചർച്ച ചെയ്തൊരു വിഷയമാണ്. ഒരു 11 വയസ്സായ ഒരു വിദ്യാർത്ഥിയെ തോളിലിരുത്തിക്കൊണ്ട് വർഗീയപരമായ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട്, ആ മുദ്രാവാക്യം എന്താണെന്ന് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്കറിയാം അങ്ങനെ വർഗീയപരമായ മുദ്രാവാക്യങ്ങൾ പിഞ്ചു കുഞ്ഞുങ്ങളുടെ ഇടയിൽ വരെ, അവരുടെ മനസ്സിൽ വരെ കുത്തി നിറച്ചുകൊണ്ട്, വർഗീയ വേർതിരിച്ചുകൊണ്ട് ഈ സംഘടനകളെ, ഈ സമുദായത്തെ വേർതിരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സംഘടനകൾ പ്രവർത്തിക്കുന്നതിൻ്റെ ഇടയിലാണ് 1947 രൂപീകൃതമായ ഈ സംഘടനയുടെ ഒരു വിദ്യാർത്ഥി സംഘടനയായി MSF പ്രവർത്തിക്കുമ്പോൾ ആ സംഘടനയുടെ നമ്മുടെ മുദ്രാവാക്യം തന്നെ പ്രശസ്തമായ ഒരു മുദ്രാവാക്യമായിട്ടാണ് നമ്മൾ ഇന്നും അന്നും എന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം പഠിക്കുക, പഠിക്കുക, വീണ്ടും പഠിക്കുക എന്നുള്ള ഒരു മുദ്രാവാക്യം തന്നെയാണ് നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നത്. ആ മുദ്രാവാക്യം തന്നെയാണ് മറ്റു ഇതര വിദ്യാർത്ഥി സംഘടനയിൽ നിന്ന് നമ്മുടെ വേർതിരിച്ച് നിർത്തുന്നത്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു, വിദ്യാഭ്യാസത്തിൻ്റെ വിപ്ലവക നായകൻ CH മുഹമ്മദ് കോയ സാഹിബ് കൊണ്ടുവന്ന വിദ്യാഭ്യാസപരമായ പദ്ധതികളെ കുറിച്ച് ഇവിടെ പറഞ്ഞു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തുടങ്ങി കേരളത്തിൽ ഇന്ന് എടുത്തു നോക്കിയാൽ എല്ലാ യൂണിവേഴ്സിറ്റികൾക്കും അതിന് ശിലാസ്ഥാപനം പാർട്ടിയുടെ പേരുണ്ടെങ്കിൽ അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. അത് നമുക്ക് അഭിമാനത്തോടുകൂടി പറയാവുന്ന ഒന്നാണ്. അതുപോലെ തന്നെയാണ് നമുക്കറിയാം ഈ പാർട്ടി, ഈ സംഘടന, ഈ MSF എന്ന് പറയുന്ന പ്രസ്ഥാനം നാളെ ഇതുവരെ നമ്മുടെ ചരിത്രം എടുത്തു നോക്കിയാൽ ഈ സംഘടനയുടെ പേരിൽ ഈ സംഘടന ഒരു തരത്തിലും മറ്റു വിദ്യാർത്ഥികൾക്കോ മറ്റു സംഘങ്ങൾക്കോ അവർക്കെതിരായി പ്രവർത്തിക്കാനോ അവരെ കൊലപാതക രാഷ്ട്രീയമായി മുന്നോട്ട് പോകാനോ ഈ സംഘടന പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. നമുക്കറിയാം കേരളത്തിൽ ഇന്ന് കഴിഞ്ഞ കാലങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ കേരളത്തിലെ ക്യാമ്പസുകളിൽ എത്ര രക്തസാക്ഷികളെ പിറവികൊണ്ട പ്രസ്ഥാനങ്ങൾ ഇന്ന് പ്രവർത്തിക്കുമ്പോൾ പ്രിയപ്പെട്ട മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റ്, ഈ പരിപാടിയുടെ ഉദ്ഘാടകൻ കൂടിയായ CA മുഹമ്മദ് റഷീദ് സാഹിബ് ഇതിലേക്ക് കടന്നു വരുന്നു. ഈ സംഘാടക സമിതിക്ക് വേണ്ടി പ്രിയപ്പെട്ട റഷീദ് ഖാനെ ഈ പരിപാടിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. പറഞ്ഞു വന്നത്, ഈ സംഘടന നമുക്കറിയാം മഹാനായ സിദി സാഹിബിനാൽ തുടക്കം കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു. സിദി സാഹിബിൻ്റെ നിയോജക മണ്ഡലത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. സിദി സാഹിബിനാൽ തുടക്കം കുറിച്ച് മഹാനായ ബാഫക്കി തങ്ങളുടെ അനുഗ്രഹത്തോടു കൂടി വിദ്യാഭ്യാസത്തിൻ്റെ വിപ്ലവ നായകൻ CH മുഹമ്മദ് കോയ സാഹിബും E അഹമ്മദ് സാഹിബ് തുടങ്ങി പേരറിയുന്നതും പേരറിയാത്തതുമായ ഒട്ടനവധി നേതാക്കന്മാർ നേതൃത്വം നൽകി ചോര നീരാക്കി കൊണ്ടുവന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ, ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരായി മുന്നോട്ട് പോകാനുള്ള ഊർജം നമുക്കുണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയിലേക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ ചെറിയ ആശംസ അവിടെ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് MSF. അടുത്തതായി നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി MSFൻ്റെ സംസ്ഥാന ട്രഷറർ CK നജാഫിനെ ക്ഷണിക്കുന്നു. ഒന്നാണ്
പൊക്കണം. വെയിറ്റുള്ളതുകൊണ്ട് അസ്സലാമു അലൈക്കും. ഏറെ ആദരണീയനായ CA റഷീദ് സാഹിബ്, പ്രിയപ്പെട്ട സ്വാഗത സംഘം ചെയർമാൻ യൂസഫ് പടിയത്ത്, മുസ്ലിം ലീഗിൻ്റെ, യൂത്ത് ലീഗിൻ്റെയും MSFൻ്റെയും പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥിനികൾ, ഈ നിയോജക മണ്ഡലത്തിൻ്റെ യൂത്ത് ലീഗിൻ്റെ സമ്മേളനം, അതിൻ്റെ പ്രോഗ്രാമുകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതോട് കൂടിച്ചേർന്ന് വിദ്യാർത്ഥി സംഘ ശക്തി എന്ന നിലക്ക് റസിൻ്റെ നേതൃത്വത്തിലുള്ള ഈ മണ്ഡലത്തിലെ MSFൻ്റെ ഈ വിദ്യാർത്ഥി കൂട്ടായ്മ, ഈ വിദ്യാർത്ഥി സംഗമം തീർച്ചയായും ഈ സംഘടനയിലെ, ഈ മണ്ഡലത്തിലെ വിദ്യാർത്ഥികളുടെ കൂടി സമീപത്താൽ ഏറെ സന്തോഷം നൽകുന്ന ഒരു വേദിയാണ്. വിദ്യാർത്ഥികൾ എന്ന നിലക്ക് മറ്റെല്ലാത്തിനും അപ്പുറത്ത് നമ്മുടെ രാഷ്ട്രീയത്തിന് ഏറെ പ്രസക്തിയുള്ള ഒരു കാലമാണ്, സമയമാണ്. സ്വാഭാവികമായും വിദ്യാർത്ഥികളുടെ നിലപാടുകൾ, അവരെടുക്കുന്ന ക്യാമ്പസ് രാഷ്ട്രീയത്തിൻ്റെ മുദ്രാവാക്യങ്ങൾ, അവർ വിളിക്കുന്ന രാജ്യത്തെ ക്യാമ്പസുകളിലെ മുഴുവൻ പുതിയ കാലത്തെ ചേരുവകൾ ഒക്കെയും ഇന്ത്യയുടെ മനസാക്ഷിയെ തിരിച്ചുപിടിക്കാനുള്ള മുദ്രാവാക്യങ്ങളായി മാറുന്ന ഒരു കാലത്താണ് നമ്മൾ ഈ വിദ്യാർത്ഥികളോട് സംവദിക്കുന്നത്. MSFൻ്റെ ഒരു കൂട്ടായ്മ എന്ന നിലക്ക്, സംഘടനയുടെ ഒരു ഇന്നലക്കപ്പുറത്ത് ഈ രാജ്യത്തിൻ്റെ നിർമ്മാണത്തിൽ തുടങ്ങി, ഈ രാജ്യത്തിൻ്റെ ആരംഭത്തിൽ തുടങ്ങി നമ്മൾ ഈ സംഘശക്തിയെ വായിച്ചെടുത്താലേ MSF എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അനിവാര്യതയെ പക്ഷേ ബോധ്യപ്പെടുകയുള്ളൂ. ഇവിടെ ഇരിക്കുന്ന പല സീനിയേഴ്സും ഉണ്ട്, ലീഡേഴ്സും ഉണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ വന്ന വഴികൾ എവിടെയാണ് എന്ന് വിദ്യാർത്ഥികളൊന്നും പരതി നോക്കാതെ, ഒന്ന് ചികഞ്ഞു നോക്കാതെ നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ വഴികൾ കൃത്യമാവില്ല. നമ്മളെവിടെ നിന്നാണ് തുടങ്ങിയത്? എൻ്റെ പ്രിയപ്പെട്ട MSFകാരെ, നമ്മൾ തുടങ്ങിയത് പൗരബോധമില്ലാത്ത ഒരു കൂട്ടായ്മയിൽ നിന്നാണ്. രാജാക്കന്മാർക്ക് പിറകിൽ തങ്ങളെങ്ങനെയാണ് അവരുടെ പൗരബോധത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവുക? ഒരു രാജാവിൻ്റെ കീഴിൽ ജീവിക്കുന്ന ഒരു അടിമക്ക്, ഒരു പൗരന് അല്ലെങ്കിൽ പ്രജയായി നിൽക്കുന്ന ഒരാൾക്ക് തൻ്റെ അവകാശബോധത്തെ പറ്റിയുള്ള അറിവുണ്ടാവില്ല. തങ്ങൾ എങ്ങനെയാണ് അവരുടെ അവകാശപ്പറ്റി സംസാരിക്കേണ്ടത് എന്ന് അവർക്കറിയില്ല. എന്തൊക്കെ ഗുണങ്ങളാണ് അവരുടെ ഒരു മനുഷ്യൻ എന്ന രൂപത്തിൽ എന്തൊക്കെ അംഗീകാരങ്ങളാണ് അവർക്ക് വേണ്ടത്, നേടേണ്ടത്, അനിവാര്യമായത് എന്ന് പോലും അറിയാതിരുന്ന ഒരു കാലത്താണ് പൗരബോധവും സാമൂഹ്യബോധവും സാംസ്കാരിക ബോധവും രാജ്യബോധവും ഒക്കെ ഉണർത്തിക്കൊണ്ട് ഇന്ത്യയിൽ ബ്രിട്ടീഷ് പോരാട്ടത്തിൻ്റെ അനുദിനം മാറി വന്ന് പുതിയ രാജ്യമുണ്ടാവുന്നത്. മെല്ലെ മെല്ലെയാണ് നമ്മളിങ്ങനെ നടന്നു വന്നത്. അന്ന് രാജ്യത്തെ പോരാട്ടങ്ങൾക്ക് വേണ്ടി
തങ്ങളുടെ ജീവിതം ത്യജിച്ച മഹാരഥന്മാരായ നേതാക്കന്മാർ ഉണ്ട്. ഗാന്ധിജിയെ ഈ കാലത്തും ക്യാമ്പസ് പറയാതിരിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാണ്? തങ്ങളുടെ ഗാന്ധിജി മഹാത്മാവാണെന്നും എക്കാലവും ഹൃദയത്തിൽ ചേർത്ത് വെക്കേണ്ട ഈ രാജ്യത്തിലെ ഏറ്റവും പരമപ്രധാനമായ ഒരു മനുഷ്യനാണെന്നും പറയേണ്ട വിദ്യാർത്ഥികൾ പോലും ഗാന്ധിജിയുടെ ചിത്രങ്ങൾ എറിഞ്ഞു തകർക്കുന്ന പുതിയ കാലത്താണ് ഗാന്ധിജിയെ പറയേണ്ടത് രാഷ്ട്രീയമാണെന്ന് MSF പറയണത്. മഹാനായ നെഹ്റുജി എല്ലാ സൗകര്യവും ഉണ്ടായിരുന്ന ഒരു കാലത്ത് ജീവിച്ചിരുന്ന മനുഷ്യനാണ്. ഒന്നാഗ്രഹിച്ചിരുന്നുവെങ്കിൽ ഇന്ത്യക്ക് വില പറയാൻ കഴിയുന്ന നെഹ്റുവിൻ്റെ കാലം നമുക്ക് മറക്കാൻ കഴിയില്ല. ആ നെഹ്റു 9 വർഷക്കാലമാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജയിലിൽ കിടക്കേണ്ടി വന്നത്. അങ്ങനെ അനവധി നേതാക്കന്മാർ, അവരുടെ പോരാട്ടങ്ങൾ, അങ്ങനെയാണ് ഇന്ത്യ എന്ന രാജ്യത്തെ മെല്ലെ 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 നമ്മൾ നേടിയെടുക്കുന്നത്. ഒരു പുതിയ രാജ്യമുണ്ടായപ്പോൾ എല്ലാ സൗകര്യങ്ങളും പൊടുങ്ങനെ നമ്മളിലേക്ക് വന്നതാണോ? അല്ല. എങ്ങനെ വന്നതാണ്? മെല്ലെ മെല്ലെയാണ് ഈ ജനങ്ങളെ മുഴുവൻ പൗരബോധമുള്ളവരാക്കി മാറ്റിയത്. മെല്ലെ മെല്ലെയാണ് ഈ രാജ്യബോധമുള്ളവരാക്കി മാറ്റി. നമ്മുടെ രാജ്യമാണെന്നും നമ്മളൊരു ഒരു സഹോദരി സഹോദരന്മാരെന്നുള്ള ബോധം ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഓടി നടന്ന നേതാക്കന്മാർ അവരുടെ ജീവിതം ത്യജിച്ച് നിർത്തിയ ഒരു കാലഘട്ടം. അവിടെയാണ് പ്രിയപ്പെട്ട നേതാവ് ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് എന്ന് പറയുന്ന നമ്മുടെ നേതാവ് ഇതേ രാജ്യ താല്പര്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചവർക്കിടയിലേക്ക് ചേർന്ന് നിന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയത്. ഖായിദെ മില്ലത്ത് എന്ന് പറഞ്ഞത് മാറി നിൽക്കരുത്, നമ്മൾ ഈ നവജാഗരണത്തിന്റെ ഭാഗമാണ് എന്നുള്ളതാണ്, ഈ മാറ്റത്തിന്റെ ഭാഗമാണ് നമ്മൾ എന്നതാണ് ഖായിദെ മില്ലത്ത് ഉണർത്തുപാട്ടായി ഇന്ത്യ മുഴുവൻ നടന്നത്. എന്തൊക്കെ പ്രതിസന്ധിയിലാണ് ലീഗ് പിടിച്ചു നിന്നത് പരിശോധിക്കണം. നമ്മൾ വിദ്യാർത്ഥികളല്ലേ? നമ്മളുടെ മുമ്പ് രാജ്യം അടക്കി വാണിരുന്ന ബ്രിട്ടീഷുകാർ ഡിവൈഡ് ആൻഡ് റോൾ വഴി നമ്മൾ മതങ്ങൾക്കിടയിൽ വൈര്യങ്ങൾ രണ്ടാക്കി മുറിച്ചപ്പോ അവർക്കിടയിൽ സൗഹൃദം ഉണ്ടാക്കി ഇന്ത്യയിൽ തന്നെ നിൽക്കണമെന്ന് ആഗ്രഹിച്ചവർക്ക് കൂടെ നിന്ന പ്രിയപ്പെട്ട നേതാക്കന്മാർ, ആ നേതാക്കന്മാരുടെ ക്രാന്തദർശിത്വമാണ് ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ ജീവിക്കുന്ന പാവപ്പെട്ട മുസ്ലിം സമൂഹം അവർ ഒറ്റപ്പെട്ടു പോകുമെന്ന് വിചാരിച്ചു. അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടം നയിച്ചു. ഖായിദെ മില്ലത്ത് ഈ പതാകയുമായി മുന്നോട്ട് പോകുമ്പോൾ ഇന്ത്യയിൽ ഒരു പതാക മാത്രമല്ല മുസ്ലിം കമ്മ്യൂണിറ്റി പിടിക്കാൻ വേണ്ടി ചൂണ്ടിക്കൊടുത്തത്, പതാകകൾ വേറെയും ഉണ്ടായിട്ടുണ്ട്. മതരാഷ്ട്രബോധം ഉയർത്തിപ്പിടിച്ച് ഇന്ത്യ എന്ന രാജ്യം ബഹുഭൂരിപക്ഷം മറ്റ് സമുദായങ്ങൾ ജീവിക്കുന്ന ഒരു രാജ്യത്ത് ഒരു മതരാഷ്ട്രവാദ ബോധവും ഉയർത്തിക്കൊണ്ട് മൗദൂദിയുടെ ആശയം ഇന്ത്യയിൽ മുഴുക്കെ വിളിച്ചു പറഞ്ഞ ജമാഅത്ത് ഇസ്ലാമിയെ മറക്കാൻ നമുക്ക് കഴിയില്ല. ഇവിടുത്തെ ഗവൺമെന്റ് ജോബുകൾ പോലും അനിസ്ലാമികമാണെന്ന് പ്രഖ്യാപിച്ച് രാജ്യം മുഴുവൻ പ്രസംഗിച്ചു നടന്നവർ നമുക്ക് മറക്കാൻ കഴിയില്ല. ഇവിടുത്തെ ജനാധിപത്യ സംവിധാനത്തോട് ചേർന്ന് നിൽക്കുന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമല്ലെന്ന് തെറ്റിദ്ധരിപ്പിച്ച ഒരു കാലം ജമാഅത്ത് ഇസ്ലാമിക്ക് ഉണ്ടായിരുന്നു. ആ കാലഘട്ടം ഖായിദെ മില്ലത്തിന്റെ ആശയങ്ങൾ, ലീഗിന്റെ ആശയങ്ങൾ ഇന്ത്യയിൽ വിളിച്ചു പറയുന്ന അതേ കാലത്ത് തന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെ മൗദൂദിയൻ ആശയങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. തീർന്നില്ല. നെഹ്റുവിന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച, ഇന്ത്യ ഹൃദയത്തോട് ചേർത്ത് വെച്ച കോൺഗ്രസ് പാർട്ടിയുടെ പതാകയും ആ കാലത്ത് മൗലാന അബ്ദുൽ കലാം ആസാദ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടി മുന്നിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഖായിദെ മില്ലത്ത് ലോകത്തുയർത്തിയ ഒരു ചോദ്യം, എക്കാലവും ഈ രാജ്യം ഭരിക്കാൻ കോൺഗ്രസ് എന്ന മതേതര പാർട്ടി ഉണ്ടാവുമോ എന്ന ആശങ്കയാണ്. ആ ആശങ്കയാണ് ലീഗിന് നേരിട്ട് കൊണ്ടിരിക്കുന്നത്. ആ ചോദ്യമാണ് ഈ രാജ്യം മുഴുവൻ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഖായിദെ മില്ലത്ത് പറഞ്ഞ എത്ര വലിയ ശരിയാണ്. എല്ലാ കാലവും മതേതര പാർട്ടി തന്നെ ഈ രാജ്യം ഭരിക്കുമെന്നറിയില്ല. ആ കാലത്ത് ഖായിദെ മില്ലത്ത് പറഞ്ഞ വാചകം അച്ചട്ട് ശരിയായിരിക്കുന്നു. അപ്പോഴും നമ്മുടെ ആശയങ്ങൾ പറയാനും പ്രതിസന്ധികൾ തീർക്കാനും പ്രയാസങ്ങൾ അഡ്രസ് ചെയ്യാനും ഒരു പാർട്ടി, മറ്റെല്ലാ താല്പര്യങ്ങൾക്കും അപ്പുറത്ത് വിശ്വാസികൾക്ക് അവരുടെ ആശയത്തെ പറയാൻ കഴിയുന്ന ഒരു പാർട്ടി. വിദ്യാർത്ഥികളെ, നിങ്ങൾക്കറിയാം നമ്മളുടെ ഭരണഘടനയിൽ മുഹമ്മദിയൻസ് ലോ ഉണ്ട്. നമുക്ക് നമ്മുടെ ആശയപരമായി നമുക്ക് വ്യത്യസ്തമായ ആംഗിളിൽ നമുക്ക് കൺസെപ്റ്റുള്ള ക്രിമിനൽ ലോക്കപ്പുറത്ത് സിവിൽ ലോകൾ പറയുമ്പോൾ നമ്മളുടെ വിശ്വാസം അനുസരിച്ചുള്ള നിയമം നടപ്പിലാക്കാൻ നമുക്ക് കഴിയുന്ന രാജ്യമാണ് ഇന്ത്യ. എന്തുകൊണ്ടാണത്? നമ്മൾ നമ്മുടെ വ്യത്യസ്തത, ഐഡന്റിറ്റി കീപ്പ് ചെയ്യുന്നവരാണ്. ആ ഐഡന്റിറ്റി കീപ്പ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളത് നമ്മുടെ വിശ്വാസത്തിന്റെ വ്യതിരക്തതയാണ്. എല്ലാവരും നടക്കുന്ന വഴികളിലൂടെ എപ്പോഴും ഒരു മുസ്ലിം സഞ്ചരിക്കാൻ കഴിയില്ല. ലാ എന്ന് വിളിച്ചു പറയുന്ന പ്രസ്ഥാനമാണ്. നമ്മുടെ വഴികൾ വ്യത്യസ്തമാണ്. എല്ലാ ആളുകളും സഞ്ചരിക്കുന്ന പോലെ സഞ്ചരിക്കാൻ കഴിയില്ല. എല്ലാ ആളുകളും ചിന്തിക്കുന്നത് പോലെ ഒരുപക്ഷേ നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല.
നമ്മുടെ വിശ്വാസം അതിപ്രധാനമാണ്. എല്ലാത്തിനും മുകളിൽ വിശ്വാസമാണ്. അവൻ്റെ ആശയം, അവൻ്റെ സ്വഭാവം, അവൻ്റെ എല്ലാം തീരുമാനിക്കുന്ന വിശ്വാസമാണ്. ആ വിശ്വാസം ചേർത്ത് വെച്ചാണ് നമ്മൾ സംവദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്ത്യയിൽ ജീവിക്കാൻ ഭരണഘടന തന്നെ നമുക്ക് വ്യത്യസ്തമായ ഒരു രൂപം നൽകുന്നു. അവൻ്റെ മതം പ്രചരിപ്പിക്കാൻ ഭരണഘടനയിൽ മതം പ്രചരിപ്പിക്കാനും മതപ്രബോധനം നടത്താനുമുള്ള ആശയം പങ്കുവെക്കുന്ന ഖായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബാണ്. ഇവിടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, ലോ സ്റ്റുഡൻസ് ഉണ്ട്, അവരുടെ പഠനങ്ങളിൽ അത് കാണാം. ഇങ്ങനെ ആശയങ്ങൾ നമുക്ക് പകർത്താൻ കഴിയുന്ന, പറയാൻ കഴിയുന്ന, ഇന്ത്യ എന്ന രാജ്യത്ത് ഈ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് അഭിമാനത്തോടെ ജീവിക്കാൻ കഴിയുന്നതൊക്കെയും ഈ പാർട്ടിയാണ് നൽകിയത്. അത് ഏറ്റെടുത്താണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമുക്ക് വ്യത്യസ്തമായ ഒരു ആശയമുണ്ടെന്നും ആ ആശയത്തിൽ പൊതുസമൂഹത്തെ മുഴുവൻ ചേർത്ത് പിടിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല മെസ്സേജ് ഉണ്ടെന്നും നമ്മൾ വിശ്വസിക്കുന്നവരാണ്. ലോകത്തെ ഏറ്റവും നല്ല ആശയങ്ങൾ തമ്മിലാണ് ലോകത്ത് പോരാട്ടം നടക്കുന്നത്. ആശയങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ് ലോകത്ത് നടക്കുന്നത്. കമ്മ്യൂണിസം അതൊരാശയമാണ്, സോഷ്യലിസം അതൊരാശയമാണ്, മുതലാളിത്തമുണ്ട്. അങ്ങനെ ലോകത്ത് നിരവധിയായ ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടങ്ങൾ നടക്കുമ്പോൾ ഇസ്ലാം എന്ന കൺസെപ്റ്റ് സർഗാത്മകമായി പറയാൻ കഴിയുന്ന മറ്റു രാഷ്ട്രീയ പാർട്ടി ഏതാണുള്ളത്? നമ്മൾ പറഞ്ഞ രാഷ്ട്രീയത്തിന് എത്ര പ്രത്യേകതയുണ്ട്. നമ്മളെല്ലാ ആൾക്കൂട്ടത്തിലുള്ള ജീവിക്കുമ്പോഴും അവരുടെ ആശയങ്ങൾ ഏറ്റെടുക്കാൻ മടി കാണിക്കാറില്ല. അവരുടെ വിശ്വാസങ്ങൾ തകർക്കുമ്പോൾ അത് പാടില്ലെന്ന് പറയാൻ നമ്മൾ മടി കാണിച്ചിട്ടില്ല. അവരുടെ വിശ്വാസം ചേർത്ത് നിൽക്കുമ്പോഴും ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ നമ്മൾ മടി കാണിച്ചിട്ടില്ല. മതങ്ങൾ തമ്മിലുള്ള ആശയവൈര്യങ്ങൾക്കിടയിലും നമുക്ക് വിശ്വാസികൾക്ക് എല്ലാ മതത്തെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന കൗലുള്ള മതമാണ് നമ്മുടെ മതം എന്ന് പറയുന്നത്. ആ മതത്തെയാണ് ലീഗ് പഠിപ്പിച്ചത്. നമുക്കിടയിൽ സക്കാത്ത് എന്ന് പറയുന്ന ഏറ്റവും ബഹുമാനത്തോടു കൂടി നമ്മൾ കാണുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. ആ സക്കാത്തിന് ഒരു ജമാഅത്ത് ഉണ്ടാക്കിയ പാർട്ടിയാണ് ലീഗ് എന്ന് പറയുന്നത്. അത് ഈ പാർട്ടിയോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മൾ പഠിപ്പിച്ച ഒരു സർഗാത്മക മുഖമാണ്. അങ്ങനെ ഈ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക്, ഈ മതത്തിന് ഒരു ബഹുസ്വര സമൂഹത്തിൽ സർഗാത്മകമായി ഉൾക്കൊള്ളാൻ കഴിയുന്ന ഏറ്റവും മനോഹര ഭാഷയിൽ നമ്മൾ സംസാരിച്ചു. ലീഗ് പറഞ്ഞ രാഷ്ട്രീയം അതാണ്. മെല്ലെ മെല്ലെയാണ് നമ്മൾ ഈ രാജ്യത്ത് ആളുകളുടെ ഹൃദയത്തിലേക്ക് കയറി വന്നത്. നമ്മൾ ആശയങ്ങൾ പേര് വെച്ച് പറഞ്ഞപ്പോൾ തള്ളിക്കളഞ്ഞവരല്ല. താടി നീട്ടി വളർത്തിയപ്പോൾ, തൊപ്പി ധരിച്ച് രാഷ്ട്രീയം പറഞ്ഞപ്പോൾ അവരെ അവിശ്വസിക്കാൻ ഈ നാട് തയ്യാറായിട്ടില്ല. പ്രിയപ്പെട്ട സിദി സാഹിബിൻ്റെ മണ്ണിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ വരുന്നത് തലശ്ശേരിയിൽ നിന്നാണ്. ഇവിടെ കർമ്മം കൊണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, തൊപ്പി വെച്ച സിദി സാഹിബിനെ ഉൾക്കൊള്ളാൻ ആരും മടിച്ചില്ല. താടി വെച്ച ഖായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ ഇന്ത്യയിൽ ആരും മടിച്ചിട്ടില്ല. ഇന്നും നമ്മുടെ പാർട്ടി ആശയപരമായി ഉയർത്തിപ്പിടിക്കുന്ന അതിൻ്റെ ഔന്നത്യം കൊണ്ട് നമ്മളെ മാറ്റി നിർത്താൻ കഴിയില്ല. അപ്പോൾ ഒരു വിശ്വാസി എന്ന നിലക്ക് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഏറ്റവും നല്ല സർഗാത്മകമായ മുഖത്തെ പകർന്നു നൽകിയവർ അത് നമ്മൾ തന്നെയാണ് എന്നത് മറന്നു പോകാൻ നമുക്ക് കഴിയില്ല. അങ്ങനെ പുതിയൊരു പുലരിയിലേക്ക് മെല്ലെ മെല്ലെ നടന്നു വന്നവരാണ് നമ്മൾ. നമുക്ക് ഇനി വേണ്ടത് ഈ രാജ്യത്തോട് ചേർന്ന് നിന്ന് പട്ടിണിയുടെ പ്രശ്നങ്ങൾ പറയുന്ന ഒരു കാലത്ത് വിദ്യാർത്ഥികളെ നിങ്ങൾ പഠിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന പാർട്ടിയാണ് നമ്മുടേത്. നിങ്ങളറിയോ, 48ലെയും 50കളിലെയും 55ലെയും പത്രങ്ങളിലെ പരസ്യങ്ങളിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രം നെഹ്റു തങ്ങളുടെ പൗരന്മാർക്ക്, നാട്ടിലെ സാധാരണക്കാർക്ക് കഞ്ഞി വിളമ്പിക്കൊടുക്കുന്ന ചിത്രമാണ്. കഞ്ഞി വിളമ്പിക്കൊടുക്കുന്ന ചിത്രം പത്രത്തിന്റെ ഒന്നാമത്തെ പേജിൽ വലിയ ചിത്രമായി വരണം എങ്കിൽ ഈ രാജ്യം അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം പട്ടിണിയാണ്. പട്ടിണിയുടെ ഒരു കാലത്ത് നിന്നാണ് നടന്ന് ഇന്ത്യ ഇന്ന് നേട്ടങ്ങൾക്കിടയിലേക്ക് നടന്നു വന്നത്. ലോകത്ത് അഭിമാനകരമായ സ്തംഭമായി നമ്മൾ നിൽക്കുന്നത്. ഇന്ന് അമേരിക്ക പോലും ലോകത്ത് നയപരമായ മാറ്റങ്ങളിലേക്ക് വരാനുണ്ടായ സാഹചര്യം ആ രാജ്യം പോലും കൂപ്പുകുത്താൻ പോവുകയാണ് എന്ന മെസ്സേജ് ലോകത്ത് നൽകുകയാണ്. ആ ഘട്ടത്തിലാണ് ഇന്ത്യയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന, ഇന്ത്യയെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു രാജ്യമായി അമേരിക്ക പോലും കാണുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് വളർന്നു, മെല്ലെ 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 നമ്മൾ വളർന്നു. ആ കാലത്ത് നെഹ്റുജി പാവപ്പെട്ടവന്റെ കഞ്ഞി, ജനങ്ങൾക്കിടയിലേക്ക് കഞ്ഞി പറന്നു കൊടുക്കുന്ന ചിത്രം വരണമെങ്കിൽ ആ പട്ടിണിയുടെ കാലത്ത് നിന്നും നമ്മൾ മുന്നോട്ട് വന്നതാണ്. മെല്ലെ മെല്ലെയാണ് വന്നത്. അക്കാലത്തും ഈ പാർട്ടി പറഞ്ഞത് വിദ്യാഭ്യാസമാണ് മാറ്റം വേണ്ടത് എന്നാണ്. അന്ന് എന്തൊക്കെ പ്രതിസന്ധികളാണ് ഉണ്ടായത്. ഇവിടെ വിദ്യാർത്ഥിനികളുണ്ടല്ലോ, സ്കൂളിൽ പോവാൻ വിദ്യാർത്ഥിനികൾ കഴിയാതിരുന്ന ഒരു കാലഘട്ടം, പഠിക്കാൻ പോയിട്ട് എന്ത് കാര്യമെന്ന് ചോദിക്കുന്ന ഒരു കാലഘട്ടം. എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്? അവരുടെ വീടുകളിൽ, അവരുടെ അടുക്കളകളിൽ പട്ടിണി കിടന്നിരുന്ന ഒരു കാലം. പട്ടിണി കിടക്കാൻ തീരുമാനിച്ച് തങ്ങൾക്കുള്ളതൊക്കെ വിയർപ്പുകൾ എല്ലാം മാറ്റിവെച്ച് തൻ്റെ തുകകളിൽ വരും കാലത്ത് ഒരു സമൂഹത്തിന് വേണ്ടിയുള്ള ചെറിയ നാണയത്തുണ്ടുകൾ ശേഖരിച്ച് ക്യാമ്പസുകളും സ്കൂളുകളും ഉണ്ടാക്കാൻ വേണ്ടി പണം നൽകിയ സമുദായത്തിൻ്റെ പിൻതലമുറക്കാരാണ് നമ്മൾ. ഇവിടെ ഇരിക്കുന്ന പല നേതാക്കന്മാരും അവരുടെ ജീവിതം കൊണ്ട്, അവരുടെ ഇടപെടൽ കൊണ്ട് സമൂഹത്തിൽ വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാരെ ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവർ. മെല്ലെ മെല്ലെ സ്കൂളുകൾ ഉണ്ടാക്കി,
LP ഉണ്ടാക്കി, UP ഉണ്ടാക്കി, സ്കൂളുണ്ടാക്കി, ഹൈസ്കൂൾ ഉണ്ടാക്കി, ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ടാക്കി, കോളേജ് ഉണ്ടാക്കി. ഓരോ നാട്ടിലും നവോത്ഥാന മാറ്റങ്ങൾക്ക് കാരണമായി ഈ പാർട്ടി ഇടപെട്ടു. നമുക്ക് ഭരണ സംവിധാനമില്ലെങ്കിൽ, നമുക്ക് സൗകര്യങ്ങളില്ലെങ്കിൽ ഒക്കെയും ഈ പാർട്ടി മടി കാണിക്കാതെ ഈ സമൂഹത്തിൻ്റെ സമുദ്ധാരണത്തിന് വേണ്ടി ഇടപെട്ടു എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ സ്കൂൾ വരുമ്പോൾ ലീഗിൻ്റെ ഏതെങ്കിലും ഒരു കമ്മിറ്റി ഗുണകരമാണോ? അല്ല. നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു കോളേജ് വരുമ്പോൾ ലീഗിൻ്റെ കമ്മിറ്റിക്ക് അവരുടെ കമ്മിറ്റിയിലേക്ക് വന്ന് പണം നിറയുകയാണോ? അല്ല. ഈ സമുദായം ഉയർന്നു വരികയാണ് എന്ന ബോധമാണ് നമ്മളെ മുന്നോട്ട് നയിച്ചത്. അങ്ങനെ ഒരു കാലത്ത് നിന്നും ഇന്ന് നമ്മൾ മാറി വരുന്നത് എല്ലാ ക്യാമ്പസുകളിലേക്കും മുസ്ലിം വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ക്യാമ്പസിലേക്ക് വരികയാണ്. നമ്മൾ ലക്ഷ്യം പൂർത്തിയാക്കി എന്ന് കരുതുന്നുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ട MSFകാർ ചോദിക്കട്ടെ, ലക്ഷ്യം പൂർത്തിയാക്കി എന്ന് കരുതുന്നുണ്ടോ? മലബാറിലെ ക്യാമ്പസ് എടുത്താൽ, മെഡിക്കൽ കോളേജ് എടുത്താൽ, ഏത് ക്യാമ്പസ് എടുത്താലും അവിടങ്ങളൊക്കെ വിദ്യാർത്ഥിനികൾ നിറയുകയാണ്. അതിനർത്ഥം അവരുടെ ലീഗിൻ്റെ ആശയം പൂർണ്ണമായി എന്നുള്ളതാണോ? അല്ലെങ്കിൽ മലബാറിലെ ക്യാമ്പസിൽ മുഴുവൻ മുസ്ലിം വിദ്യാർത്ഥികൾ മാത്രം പഠിക്കുന്ന രൂപത്തിലേക്ക് എത്തിയെങ്കിൽ മറ്റെല്ലാ സമുദായവും പഠിപ്പ് നിർത്തിയെന്നാണോ? അല്ല. മറ്റെവിടേക്കോ മറ്റെല്ലാവരും എത്തിത്തുടങ്ങിയിരിക്കുന്നു. നമ്മളിപ്പോഴും ഈ പറയുന്ന മലബാറിന്റെ ക്യാമ്പസിൽ മാത്രമാണുള്ളത്. നമ്മൾ ഇനിയും നടന്നു നിൽക്കേണ്ട വഴികൾ ബാക്കിയാണ്. പുതിയ വഴികളിലേക്ക് സഞ്ചരിക്കാനുള്ള സമയമായിരിക്കുന്നു. ഇന്ത്യയിലെ ലോകത്തെ ക്യാമ്പസുകളിലേക്ക് മുസ്ലിം വിദ്യാർത്ഥികൾ പോവണം. അവർക്ക് വിദ്യാസമ്പന്നരാവണം. ലോകത്തിന് മാതൃകയാവുന്ന നേതാക്കന്മാർ നമുക്കുണ്ടാവണം. ഇന്ത്യക്ക് അഭിമാനകരമാവുന്ന മുഖങ്ങൾ നമുക്കുണ്ടാക്കാൻ കഴിയണം. അതിന് മലബാറിലെ ക്യാമ്പസുകളിൽ മുസ്ലിം തട്ടങ്ങൾ മാത്രം ഉണ്ടായാൽ മാത്രം മതിയാവില്ല. ഇവിടെ ഉണ്ടായിരുന്നവരൊക്കെ മറ്റെവിടെയോ പോയി. ആ വഴിയിലേക്കും അതിനപ്പുറത്തേക്കും പറക്കാൻ നമ്മൾ തയ്യാറാവണം. നമ്മൾ ആത്മസംതൃപ്തിയോടെ വെറുതെ ഇരിക്കാൻ പാടുള്ളതല്ല. അങ്ങനെ അവിശ്വസിക്കരുത്. നമ്മളുടെ കുട്ടികൾ പുതിയ വഴിയിലേക്ക് സഞ്ചരിക്കണം. MSF അത് ചിന്തിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് MSFൻ്റെ ഹബീബ് എഡ്യൂക്കെയർ എന്ന് പറയുന്ന പദ്ധതി മുന്നോട്ട് വെച്ചത്. എല്ലാ നാട്ടിലും എക്സാം നടന്നിരുന്നു, ഇവിടെയും നടന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സ്വാഭാവികമായും നമ്മുടെ കുട്ടികൾക്ക് പുതിയ ഇടങ്ങളിലേക്ക് പറക്കാൻ കഴിയണം, അവർക്ക് എത്തിപ്പെടാൻ കഴിയണം. അങ്ങനെ എത്തിപ്പെടുമ്പോഴേ ഇനിയുള്ള കാലത്തിലേക്ക് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുള്ളൂ. നമ്മുടെ ഉത്തരവാദിത്തം അതാണ്. പുതിയ കാലത്തെ വിദ്യാർത്ഥികൾ, ഇവിടെ ഇരിക്കുന്ന MSFകാർ സമുദായത്തിനും സമൂഹത്തിനും ഗുണമുണ്ടാവണം എന്നതിനും പുറമെ ഈ സമൂഹത്തിനും ഈ സമുദായത്തിനും അഭിമാനകരമായി വ്യക്തി നേട്ടങ്ങൾക്കപ്പുറത്തേക്ക് അഭിമാനകരമായ ഒരു നാളെ സമ്മാനിക്കുന്നവരായി പ്രിയപ്പെട്ടവരെ മാറാൻ കഴിയണം. നമുക്ക് വിശ്വാസപരമായ ഏറ്റവും വലിയ കടിഞ്ഞാണുകളുണ്ട്. വിശ്വാസി എന്ന നിലക്ക് നമ്മൾ ഏറ്റവും പ്രധാനമായി വിലയിരുത്തേണ്ട ഒരു കാര്യമുണ്ട്. അള്ളാഹു നമ്മളോട് പറയുന്നു, ഇല്ല ചിലത് ചെയ്യാൻ കഴിയില്ല, പാടില്ല എന്ന് പറയുന്നു. ഞാൻ പ്രിയപ്പെട്ട MSFകാരോട് പറയട്ടെ, ഒരു പ്രണയിനിയോട് അല്ലെങ്കിൽ ഒരു പ്രണയിതാവ് അവർ പരസ്പരം പങ്കുവെക്കുന്ന ആശയങ്ങൾക്കിടയിൽ എനിക്കിഷ്ടമില്ലാത്തത് ഇഷ്ടമുള്ളത് പറയും. അല്ലെങ്കിൽ കല്യാണം കഴിച്ച് വീടുകളിലുള്ള ആളുകൾ അവർക്കിടയിൽ ആശയങ്ങൾ നിൽക്കുമ്പോൾ തൻ്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും മാറ്റിവെക്കുന്നതിനെക്കുറിച്ച് സിനിമകളിലൊക്കെ വലിയ വാർത്തയുണ്ടാവാറുണ്ട്. ഞാൻ ഒരു ആശയപരമായ ഒരു കാര്യം നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഒരാളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. അവർക്കിടയിലുള്ള ബന്ധങ്ങൾക്കിടയിൽ നമ്മൾ ഇഷ്ടങ്ങൾ മാറ്റിവെക്കുമ്പോൾ, ചിലത് ഒഴിവാക്കുമ്പോൾ നമുക്കതിൽ സംതൃപ്തിയാണോ ഉണ്ടാവുക, അതിൽ അശാന്തിയാണോ ഉണ്ടാവുക, അസംതൃപ്തിയാണോ ഉണ്ടാവുക? നമുക്ക് സംതൃപ്തി ഉണ്ടാവും. ഇഷ്ടമുള്ളിടത്തേക്ക് നമ്മുടെ ഇഷ്ടങ്ങളെ മാറ്റി നിർത്തുമ്പോൾ നമുക്ക് അസംതൃപ്തി ഉണ്ടാവാൻ പാടില്ലല്ലോ. നമ്മൾ അവർക്ക് വേണ്ടി ഈ ഇഷ്ടങ്ങളെ ത്യജിച്ചവരാണ്. നമ്മൾ അള്ളാഹുവിൽ അർപ്പിക്കുന്ന വിശ്വാസമാണ്. ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചിലതൊക്കെ മാറ്റിവെക്കുകയാണ്, ചിലതൊക്കെ ഒഴിവാക്കുകയാണ്. പാടില്ലെന്ന് പറഞ്ഞതിനെ തള്ളുകയാണ്, നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞതിനെ ഉൾക്കൊള്ളുകയാണ്. അത് നമ്മളുടെ ആത്മസംതൃപ്തിക്ക് വേണ്ടിയാണ് അള്ളാഹു നമ്മളെ ബോധ്യപ്പെടുത്തിയത്. നമ്മളെല്ലാം ഈ വിശ്വാസവുമായി ചേർത്ത് വെച്ച് വായിക്കണം എന്നാണ് എൻ്റെ പ്രിയപ്പെട്ട MSFകാരോട് പറയാനുള്ളത്. നമ്മുടെ ചിന്തയിൽ, നമ്മുടെ ഇടങ്ങളിൽ, നമ്മുടെ കർമ്മങ്ങളിൽ, നമ്മുടെ പാർട്ടിയുടെ സംസ്കാരങ്ങളിലൊക്കെയും പാർട്ടി എന്ന് പറയുന്ന സങ്കല്പത്തിൽ പോലും നമ്മൾക്കതുണ്ടാവണം. ലീഗ് പാർട്ടിയുടെ നിലപാട് പറയുമ്പോൾ, ലീഗ് പാർട്ടി പറയുന്നു നിങ്ങളോട് ഇത് ചെയ്യരുത് എന്ന് പറയുമ്പോൾ നമ്മളത് ഉൾക്കൊള്ളുകയാണ്, നമ്മളതിനെ സ്നേഹത്തോടെ ഉൾക്കൊള്ളുകയാണ്. വിദ്യാർത്ഥികൾ എന്ന നിലക്ക് ഉൾക്കൊള്ളുക എന്ന വാചകത്തിൻ്റെ ആഴത്തെ തിരിച്ചറിയാതെ നമുക്കത് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയില്ല. പ്രിയപ്പെട്ട MSFകാരെ, നമുക്ക് സ്നേഹം കൊണ്ട് ത്യജിക്കുന്നവരാവാനും സ്നേഹം കൊണ്ട് ഉൾക്കൊള്ളുവാനാവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട MSFകാർ അതിന് കരുത്തും കഴിവുമുള്ള കൂട്ടുകാരായി മാറും എന്ന് മാത്രം പറഞ്ഞ് നിർത്തുന്നു. ജയ് ഹിന്ദ്. അസ്സലാമു അലൈക്കും. ഈ വിദ്യാർത്ഥി സംഗമം ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റ് ഏറ്റവും പ്രിയപ്പെട്ട CA മുഹമ്മദ് റഷീദ് സാഹിബിനെ ക്ഷണിക്കും.
പ്രിയമുള്ള യോഗാധ്യക്ഷൻ MSFൻ്റെ ജില്ലാ പ്രസിഡന്റ് ആത്മമിത്രം അൽ റസീൻ, വളരെ മനോഹരമായി ചെറിയ ഒരു സമയം കൊണ്ട് നാടിൻ്റെ പൊതുവെയുള്ള വിദ്യാഭ്യാസ മേഖല ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് മുമ്പിൽ വിശദീകരിച്ച് തന്ന MSFൻ്റെ കരുത്തനായ സംസ്ഥാന ഖജാൻജി പ്രിയ സ്നേഹിതൻ നജാഫ്, മുസ്ലിം ലീഗിൻ്റെ നിയോജക മണ്ഡലം പ്രസിഡന്റ് പ്രിയപ്പെട്ട യൂസഫ് പടിയത്ത്, ജനറൽ സെക്രട്ടറി PK നൗഷാദ്, MSFൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട ആരിഫ് പാലയൂർ, പ്രിയപ്പെട്ട MSFൻ്റെ സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി മെമ്പർ ഫൈസ് മുഹമ്മദ്, മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പ്രവർത്തക സമിതി അംഗം പ്രിയപ്പെട്ട MH ഫൈസൽ, പ്രിയപ്പെട്ട സ്വാഗത സംഘം ജനറൽ കൺവീനർ കൂടിയായ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഭാരവാഹി അലിയാർ, മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രിയ സ്നേഹിതൻ അൻവർ, ഒരു കാലത്ത് മുസ്ലിം സംഘടിത യുവജന ശക്തിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിരുന്ന പ്രിയപ്പെട്ട അഷ്റഫ് ഖാൻ, പ്രിയപ്പെട്ട നിസാർ പുത്തഞ്ചിറയും ഇബ്രാഹിം ഹാജി ഉൾപ്പെടെ സദസ്സിലും എൻ്റെ മുൻപിലും ഇരിക്കുന്ന നേതാക്കളെ, സഹപ്രവർത്തകരെ, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു പ്രസംഗത്തിൻ്റെ ആവശ്യമില്ല. നേരം വൈകി വന്നത് ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒരു മാർച്ചും അതിനുശേഷമുണ്ടായ ജില്ലാ കമ്മിറ്റി യോഗവും ഒക്കെ ഉള്ളതുകൊണ്ടാണ് വൈകി വന്നത്. മനഃപൂർവ്വമല്ല എന്ന് സാന്ദർഭികമായി പറയുകയാണ്. ഇവിടെ നിന്ന് നമ്മുടെ മിടുക്കികളും മിടുക്കന്മാരുമായ കുട്ടികളെ ആദരിക്കുകയാണ്. ഒരു കാലത്ത് ഇങ്ങനെയുള്ള ഇരുത്തങ്ങൾ ഉണ്ടായിരുന്നില്ല. നേരത്തെ നജാഫ് തൻ്റെ സംസാരത്തിൽ തലയിലെ തട്ടമിടുന്ന മക്കളെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ ഒരു കാലത്തെ ഓർക്കാതിരിക്കാൻ നിർവാഹമില്ല. ഞാൻ നിങ്ങളൊക്കെ ഗൂഗിൾ സെർച്ച് ചെയ്യുന്നവരാണ്. നിങ്ങളൊക്കെ മിടുക്കികളും മിടുക്കന്മാരുമാണ്. ഒരുപാട് സമയം സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തുന്ന മിടുക്കികളും മിടുക്കന്മാരും ഈ കൂട്ടത്തിലുണ്ടാകും എന്നെനിക്ക് ഉറപ്പാണ്. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കുകയാണ്. ആ ചോദ്യത്തിന് ഉത്തരം പറയുന്നവർക്ക് എൻ്റെ കൊച്ചനുജൻ MSFൻ്റെ ജില്ലാ പ്രസിഡന്റ് ഇങ്ങനെ ഒരു ഇരുത്തം സംഘടിപ്പിക്കാൻ തൻ്റെ നാട്ടിൽ മുന്നോട്ട് വന്ന അൽ റസീൻ മികച്ച സമ്മാനം, ഈ ട്രോഫി അല്ല, അതല്ലാത്ത സമ്മാനം കൂടെ തരുമെന്ന് പറയുകയാണ്. നമുക്ക് ഇന്നലകളിൽ തട്ടമിട്ട കുട്ടികൾ 10ാം ക്ലാസ് വരെ പോലും ഇല്ലാതിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ആ കാലത്ത് നിന്നും നമ്മുടെ മക്കള് ഇന്ത്യയുടെ എല്ലാ അധികാര കേന്ദ്രങ്ങളിലും എത്തപ്പെടുന്ന വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും ഉന്നത ശ്രേണിയിലെത്തുന്ന, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമല്ലേ ഒരു സമരം ഡൽഹിയിൽ നടന്നത്? ഓർക്കുന്നുണ്ടോ? അടുത്ത കാലത്ത് നടന്ന ഏത് ഒരു സമരത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? ആരെങ്കിലും ഒരു മിടുക്കനോ ഉത്തരം പറയുമോ? ഡൽഹിയിൽ ഒരു പെൺകുട്ടികൾ നയിച്ച സമരം. രാജ്യത്തിന്റെ ചില ക്യാമ്പസുകളിൽ മക്കനെ ഇടാൻ പാടില്ല എന്ന് പറയുമ്പോൾ അവിടെ പെൺകുട്ടികൾ നടത്തിയ സമരം. ഏതെങ്കിലും ഒരു മിടുക്കനോ ഉത്തരം പറയൂ? ആരും ഉത്തരം പറയില്ലേ? അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടാണ്ട് എഴുന്നേറ്റ് നിന്നിട്ട് ഉത്തരം പറയണം. സമ്മാനമുണ്ട്. ആരും പറയില്ല. ഞാൻ ആ സമരത്തിൽ പങ്കെടുത്തവരെ പേരല്ല ചോദിക്കുന്നത്. എവിടെയാണ് മുഖപടം അണിയാൻ അനുവദിക്കാത്ത ക്യാമ്പസിൽ സമരം നടന്ന സംസ്ഥാനം ഏതാണ്? അടുത്തിടെയാണ് ഒരു കുട്ടി ലോകത്തിന്റെ ശ്രദ്ധയിലെത്തി. സൗദി രാജകുമാരൻ വിളിച്ച് അഭിനന്ദിച്ചു. ഖത്തർ രാജകുമാരൻ ആ പെൺകുട്ടിയോട് അവിടെ താമസിക്കാൻ ആ കുട്ടിക്ക് ബാപ്പാക്ക് ഉമ്മാക്ക് വിസ കൊടുക്കാമെന്ന് പറഞ്ഞു. കുട്ടിയുടെ പേര് ഞാൻ ചോദിക്കുന്നില്ല, ഏത് സംസ്ഥാനത്താണെന്ന് പറയാൻ പറ്റുമോ? ആദ്യം പറഞ്ഞാൽ എഴുന്നേറ്റിരിക്കണം. എനിക്ക് സമ്മാനം തരാൻ വേണ്ടിയാണ്. ആദ്യം പറഞ്ഞ ആള് എഴുന്നേറ്റിരിക്കണം. ആരും പറഞ്ഞില്ലേ? ശബ്ദം ഞാൻ കേട്ടു. സംസ്ഥാനത്തിന്റെ പേര് കർണാടക എന്നാ പറഞ്ഞത്. ആണും പെണ്ണും ഉണ്ടായിട്ടുണ്ട്. ആദ്യം നിൽക്കുന്ന മിടുക്കനോ മിടിക്കുക സമ്മാനം. പടച്ച തമ്പുരാനെ,
അത് കുഴപ്പമില്ല. ഞാനാണ് ആദ്യം പറഞ്ഞത് എന്ന് പറയാൻ കഴിയുന്ന ഒരു മിടുക്കനും ഉണ്ട്. അതുമില്ല. അപ്പൊ ഞാൻ രക്ഷപ്പെട്ടു. റസിന്റെ പോക്കറ്റിൽ നിന്ന് കാശ് നഷ്ടമില്ലാതെ റസിന്റെ പോക്കറ്റിലെ കാശ് അവിടെ ഇരിക്കും. അതൊക്കെ. മറ്റൊരു സമരം രാജ്യത്ത് നടന്നു. അത് ഇന്ത്യയിലെ ന്യൂനപക്ഷ ജനവിഭാഗത്തിന് രാജ്യത്ത് ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയുള്ള സമരമാണ്. ആ സമരത്തിന്റെ പേരെന്തായിരുന്നു എന്ന് പറയാൻ പറ്റുമോ? ഒന്ന് കൈപ്പൊക്കുവോ? അറിയുന്ന ആള്? ഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസുകളിലെ നമ്മുടെ പെൺമക്കൾ ആ സമരത്തിൽ നിന്നും ഡൽഹി പോലീസിന്റെ ക്രൂരമർദ്ദനങ്ങൾക്കിടയായി. ഒരു പെൺകുട്ടി TV ചാനലുകളോട് പറഞ്ഞത് ലോകമെമ്പാടുമുള്ള മനുഷ്യ സമൂഹം കേട്ടു. ആ കുട്ടിയുടെ പേരല്ല. ഏതായിരുന്നു സമരം? ആരാ കൈവക്കിയത്? പൊക്കിയാള് പെട്ടെന്ന് കൈയിട്ടു. ഞാനൊരു വയസ്സനാണ്, 58 വയസ്സുകാരനാ. കണ്ണട ഊരിയ എനിക്ക് നിങ്ങളെ കാണാൻ കഴിഞ്ഞെന്ന് വരില്ല. അപ്പൊ ഞാൻ കണ്ണട വെച്ച് നിന്നിട്ട് പോലും കൈ പൊക്കിയാളെ ഞാൻ കണ്ടില്ല. യൂസുഫ് പടിയത്ത കണ്ടത്. ആരാണ് മിടുക്കൻ? ഒരു കയ്യടിയോട് കൂടി ആ മിടുക്കനൊന്ന് എഴുതിട്ട് നിന്ന് ഞാൻ ആദ്യം കൈയടിച്ചു ആ മിടുക്കിന് വേണ്ടി. ആരുമില്ല. എന്നിട്ട് നിക്ക് എന്താ റസിന്റെ ഭാഗ്യം എന്ന് ആലോചിച്ച് നോക്കിയേ. റസിന്റെ പോക്കറ്റിലെ പൈസ എടുക്കുക. ഞാനാണെങ്കിൽ ഈ പഹയനെ ഒന്ന് ശല്യം ചെയ്ത് ഇവിടുന്ന് പോകുള്ളൂ എന്ന് കരുതിയാ വന്നത്. അത് പറഞ്ഞ പറ്റില്ല, അവിടെ നിന്ന് പറയണം. ഫൈസൽ പറയണ എൻ്റെ നാട്ടുകാരിയാണ്, എൻ്റെ അയൽവക്കത്താണ്, എനിക്ക് ആ കുട്ടീനെ അറിയാം, അന്നമതക്കാരിയാന്ന്. അതുകൊണ്ട് എന്താ കാര്യം? ഞാൻ പ്രസംഗിക്കുന്നില്ല, ഞാൻ ഇങ്ങനെ 1-2 കാര്യം മാത്രമേ ചോദിക്കുന്നുള്ളൂ. അതിന് ഉത്തരമില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മക്കളെ, ഇപ്പൊ നിങ്ങൾ റോട്ടിൽ നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞു ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ മക്കളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ആ സമരം CAAക്ക് കേന്ദ്ര ഗവൺമെന്റ് ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾക്ക് രാജ്യത്ത് ജീവിക്കാൻ അവകാശമില്ലെന്ന് ആട്ടിപ്പായിപ്പിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയപ്പോൾ അങ്ങ് ഡൽഹിയിലെ തെരുവുകളിൽ നമ്മുടെ മക്കൾ സമരം ചെയ്തതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളെപ്പോലെ മക്കനെ ഇട്ട മക്കളാണ്. കൂട്ടത്തിൽ എല്ലാവരും ഉണ്ടായി. ജാതി മതവും രാഷ്ട്രീയവും ഒന്നും ഇല്ലാതെ ഒരുപാട് ആളുണ്ടായി. അത് പോകട്ടെ. ആ മക്കൾക്ക് JNUവിലെത്താൻ ഒരു കാരണക്കാരനുണ്ടായിരുന്നു. JNU, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, ലോകത്തെ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റികളിൽ ഒന്ന്. അങ്ങനെയുള്ള സ്ഥാപനത്തിലേക്ക് കേരളത്തിന്റെ ഈ ഗ്രാമീണ തലത്തിൽ നിന്നും ഒരു പെൺകുട്ടിക്ക് അങ്ങോട്ട് പോകാൻ അവസരമൊരുക്കി കൊടുത്ത ഒരു മനുഷ്യരുണ്ട്. എൻ്റെ സഹോദരിമാർ, നിങ്ങളുടെ ഉപ്പുപ്പമാർ, നിങ്ങളുടെ ഉമ്മമ്മമാർ, നിങ്ങളുടെ ആ കുടുംബങ്ങളിലെ പഴയ കാലത്തെ ആളുകൾ, അവർക്കൊക്കെ പഠിക്കാൻ കഴിയാത്തൊരു കാലം, പഠനം നിഷേധിച്ച ഒരു കാലം. അന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയായി ഒരു മനുഷ്യൻ കടന്നു വന്നു. കോഴിക്കോട് ജില്ലയിലാണ് ജനിച്ചത്. അത്തോളി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് ജനനമുണ്ടായത്. ആലി മുസ്ലിയാർ എന്ന് പറയുന്ന ഒരു പിതാവിനാണ് ജനിച്ചത്. ആ മനുഷ്യൻ പിന്നീട് രാജ്യത്തിന്റെ പലതുമായി മാറി വിദ്യാഭ്യാസ മന്ത്രിയായി, ആഭ്യന്തരമന്ത്രിയായി, കേരളത്തിന്റെ നിയമസഭാ സ്പീക്കറായി, ലോകസഭാംഗമായി, കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി, കേരളത്തിലെ ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി പോലുമായി ആ മനുഷ്യൻ. ആ മനുഷ്യന്റെ പേര് പറയാൻ കഴിയുമോ? വളരെ ചുരുങ്ങിയ നാളുകളിൽ മാത്രം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ ഒരു മുസ്ലിം ഒരു നല്ല സമ്മാനം തരും. ആരും പറയില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഇതുപോലെ ഒരു പരിപാടി വെള്ളാങ്കല്ലൂരുണ്ടായി. ഇബ്രാനാജി എന്ന് എഴുതിട്ട് ഇബ്രാനാജിയുടെ പോക്കറ്റിൽ നിന്ന് വലിയൊരു കാശ് പോയി. ഒരു കുട്ടി ഇതുപോലെ പേര് ചോദിച്ചു. എനിക്ക് അധികം മുസ്ലിം ലീഗിന്റെ വെള്ളാങ്കല്ലൂർ മണ്ഡലം പ്രസിഡന്റാണ്. അവിടെ ഒരു കുട്ടിയോട് ഇതുപോലെ ചോദ്യം ചോദിച്ചപ്പോൾ ഒരു കുട്ടി എഴുന്നേറ്റ് നിന്ന് അപ്പുത്തരം പറഞ്ഞു. ഒരു മിടിക്ക് എഴുന്നേറ്റു, കൈപൊക്കി, കൈയടിക്കാതെ. മോളെ പേര് പറഞ്ഞേ? ഐഷ നൂർജഹാൻ. എൻ്റെ 2ാമത്തെ മോളെ പേരാണ്. അപ്പൊ എനിക്ക് കൂടുതൽ ഇഷ്ടമായി. മോളെ വീട് എവിടെയാ? ഇവിടെ അടുത്താണ്. ആരാണ് മുഖ്യമന്ത്രിയായ ആള്? മാഷാ അല്ലാഹ്. എത്രല്ലേ പഠിക്കുന്ന മോള്? മോൾക്ക് എന്ത് സമ്മാനം വേണ്ടത്? വളയമാലൊന്നും ചോദിക്കരുത് കേട്ടാ. മോള് വായിക്കോ? പുസ്തകം വായിക്കോ? ഏത് ടൈപ്പ് പുസ്തകം ഇഷ്ടം? ഏത് ടൈപ്പ് പുസ്തകം ഇഷ്ടം? ഐഷ കൊണ്ട് വന്നേ. ഐഷക്ക് ഏത് ടൈപ്പ് പുസ്തകമാണ് ഇഷ്ടം? കഥയാണോ, കവിതയാണോ,
സ്റ്റോറീസാണ്. ഇംഗ്ലീഷ് സ്റ്റോറി വേണം. ഇഷ്ടപ്പെട്ട എഴുത്തുകാരൻ ആരാണ് ഇംഗ്ലീഷ് പുസ്തകത്തിൽ? അങ്ങനെയില്ല. റസീം, ഏറ്റവും നല്ല കുട്ടികളുടെ കഥകളുള്ള, ലോകത്തെക്കുറിച്ച് അറിയാൻ കഴിയുന്ന ഏറ്റവും നല്ല ഓതറുടെ ഏറ്റവും മനോഹരമായ ഒരു പുസ്തകം നാളെ മേടിച്ച് മോൾക്ക് കൊടുത്തിട്ട് അത് വാട്സപ്പിൽ എനിക്ക് ഫോട്ടോ ഇട്ട് തരണം. നോക്കിയേ, ഈ മിടുക്കി പറഞ്ഞ കണ്ടില്ലേ ഐഷ അല്ലേ? ഒരു വലിയ കൈയടി കൂടെ കൊടുത്ത ഐഷക്ക്. ഐഷ പാട്ട് പാടുമോ? ഓക്കെ. CH മുഹമ്മദ് കോയ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. ആ മനുഷ്യനാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയായി വന്നപ്പോൾ നിങ്ങളെപ്പോലെയുള്ള നമ്മുടെ പഴയ കാലത്തെ സഹോദരിമാർക്ക് സ്കൂളിൽ പോകാൻ കഴിയാത്തൊരു കാലത്ത് സ്കോളർഷിപ്പ് കൊടുത്ത് പഠിപ്പിക്കുകയായിരുന്നു. ആ മനുഷ്യൻ പിന്നീട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി. ഞാൻ നിർത്തുകയാണ്. എനിക്ക് വലിയ സന്തോഷമായി. റസിനെ ഒരു കൊച്ചു മിടുക്കി വന്നല്ലോ, അങ്ങനെ പേര് പറയാം. CHന്റെ പേര്. CH മരിച്ചിട്ട് എത്രയോ പതിറ്റാണ്ടുകളായി. ആ പതിറ്റാണ്ട് പിന്നിട്ട CHനെ ആ മിടുക്കി അന്വേഷിച്ചറിഞ്ഞു എന്നത് തന്നെ വലിയ സന്തോഷമാണ്. എൻ്റെ മുന്നിലിരിക്കുന്ന ഈ മക്കനെ ഇട്ട മാസ്ക് ധരിച്ച മക്കളൊക്കെ അല്ലേ, അവർക്കൊക്കെ അറിയായിരുന്നു പല പേരുകളും. പക്ഷേ നജാഫ് എന്ന് വിചാരിക്കും. റസിനോട് ഇഷ്ടമുള്ളതുകൊണ്ട് റസിൻ്റെ പോക്കറ്റിലെ കാശ് പോകുമെന്നൊക്കെ പേടിച്ചിട്ട് അവർ റസിനെ സഹായിച്ചതാണ്. നിങ്ങളൊക്കെ മെഡിക്കൽ മുടുക്കന്മാരാണ്. അതുകൊണ്ട് മക്കളെ, CH എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യനാണ് നമുക്ക് വിദ്യാഭ്യാസ വഴികൾ വെട്ടി തന്നത്. അതുകൊണ്ട് CHനെ ഓർക്കുക. നമുക്ക് പഠനത്തിൻ്റെ വലിയ 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 മേഖലകളിലേക്ക് പോകാൻ കഴിയണം. പലർക്കും ഡോക്ടറും എഞ്ചിനീയറും ഒക്കെ ആകാനാണ് ആഗ്രഹം. നമ്മളെ പേരെന്താ? ഫസ്റ്റ് വൺ ആബിദ. മോള് എന്ത് ആരാകാൻ ആഗ്രഹിക്കുന്നത്? ടീച്ചർ. മാഷാ അല്ലാഹ്. മോളെന്താകാൻ ആഗ്രഹിക്കുന്നത്? ഡോക്ടർ. ഒരാള് ഡോക്ടർ, ഒരാള് ടീച്ചർ. ഇനി ആരെങ്കിലും പറയാൻ കഴിയോ ഞാൻ ഇന്ന ആളായി തീരുന്നൊരു മിടുക്കം പറയോ? ടീച്ചർ മോശമല്ല അല്ലേ? നല്ല പ്രൊഫഷനാണ്. ഡോക്ടർ നല്ലതാണ്. ഏതായാലും ഞാൻ ഞാൻ തോൽക്കുകയാണ്. ഞാൻ ജീവിതത്തിൽ എല്ലായിടത്തും തോറ്റ ആളാണ്. ഇലക്ഷനൊന്നും അവിടെയും തോറ്റ ആളാണ്. അപ്പം അതുകൊണ്ട് ഇവിടെയെങ്കിലും ഒന്ന് ജയിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചു ഇവിടെ നിങ്ങൾ തോൽപ്പിക്കുകയാണ് ഒരു ചോദ്യത്തിന് ഉത്തരം പറയാതെ. അപ്പം അതുകൊണ്ട് നിങ്ങൾ വലിയ വലിയ മേഖലകളിലേക്ക് പോകണം. നമ്മൾ സ്വപ്നം കാണാൻ ഡോക്ടറും എഞ്ചിനീയറും ടീച്ചറും മാത്രമല്ലാത്ത പല മേഖലകളുണ്ട്. അതിലേക്കൊക്കെ നിങ്ങൾക്ക് പോകാൻ കഴിയട്ടെ. വിദ്യാഭ്യാസത്തിൻ്റെ വലിയ മേഖലകളിലേക്ക് പോകാനും സമൂഹത്തിൽ പലതും നഷ്ടപ്പെട്ട ആളുകൾക്കിടയിലേക്ക് ഇറങ്ങി പോകാൻ കഴിയണം. എന്നെ 2 ദിവസം മുമ്പ് ഒരു ടീച്ചർ വിളിച്ചു. കരുവന്നൂർ എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? കരുവന്നൂർ എന്ന് പറയുന്ന സ്ഥലത്തെ കോൺവെന്റ് സ്കൂളിലെ ടീച്ചറാണ് വിളിച്ചത്. എന്നോട് ആ ടീച്ചർ പറഞ്ഞത്, ഒരു മിടുക്കിയായ കുട്ടി ആ സ്കൂളിൽ 1191 മാർക്ക് മേടിച്ചു. 9 മാർക്കാണ് ആ കുട്ടിക്ക് ടോട്ടൽ മാർക്കിൽ നിന്ന് കുറവേ ഉള്ളൂ. പക്ഷെ എന്നോട് യൂസുഫെ, ആ ടീച്ചർ പറഞ്ഞത്, ആ കുട്ടിയുടെ ഉമ്മക്ക് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് പുറത്തേക്ക് നടക്കാൻ പോലും കഴിയാതെ കിടക്കുന്ന അവസ്ഥയിലാണ് കുട്ടി പരീക്ഷ എഴുതുന്നത്. സ്കൂളിലേക്ക് പലപ്പോഴും വരുമ്പോൾ പട്ടിണിയാണ്. ചോറ്റുപാത്രത്തിൽ ആവശ്യത്തിന് ഭക്ഷണം ഉണ്ടാകില്ല. പഠിക്കാനുള്ള സൗകര്യങ്ങളില്ല. ഒരൊറ്റമുറി വീട്ടിലാണ് ബാപ്പയും ഉമ്മയും ഈ മോളും ഉള്ളത്. ബാപ്പ ഒരു കറി ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു മനുഷ്യൻ മാത്രമാണ്. ഇരിഞ്ഞാലക്കുടയ്ക്ക് അടുത്ത് മാടായിക്കോണം എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ഞാൻ കൊച്ചു മിടുക്കിയുടെ മാർക്ക് ലിസ്റ്റ് അയച്ചു തരാൻ പറഞ്ഞു. അതിനുശേഷം ഞാൻ മോളെ വിളിച്ച് സംസാരിച്ചു. ആ കുട്ടിക്ക് നീറ്റ് പരീക്ഷ എഴുതണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ആ കുട്ടി വീടിൻ്റെ പ്രാരാബ്ദം മനസ്സിലാക്കിയിട്ട് നേഴ്സിങ്ങിന് പോകാൻ തീരുമാനിക്കുകയായിരുന്നു. ടീച്ചർമാർ പറഞ്ഞു പറ്റില്ല, മോള് പഠിക്കണം, നീറ്റ് എഴുതണം, മുകളിലേക്ക് പോകണം, വലിയ സ്വപ്നം കാണണമെന്ന് പറഞ്ഞു. പക്ഷെ ആരും സഹായിക്കാനില്ല. അപ്പോഴാണ് ടീച്ചർ മുസ്ലിം ലീഗിന് ഇങ്ങനെ ചില സംവിധാനം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ആ ടീച്ചർ എൻ്റെ നമ്പർ ആരോന്ന് കളക്ട് ചെയ്ത് വിളിക്കുന്നത്. ഏതായാലും ഇൻഷാ അല്ലാഹ് കുട്ടിയെ നമ്മൾ പാലയിലാണ് അത് പഠിക്കാൻ ആഗ്രഹിച്ചത്. അവിടെ അതിനാവശ്യമായ സൗകര്യങ്ങൾ ഇബ്രാഹിംജിയെ പോലുള്ളവരുണ്ടല്ലോ, ധൈര്യമായിട്ട് ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്. നിസാറേ, ആ കുട്ടിയെ പഠിപ്പിക്കണം. ആ കുട്ടിയെ നമുക്ക് പലയിടത്തും എത്തിക്കാൻ സാധിക്കുമെന്ന് ക്ലാസ് ടീച്ചർ എന്നെ വിളിച്ച് പറയുമ്പോൾ അതൊരു വല്ലാത്ത വർത്താനാണ്. നിങ്ങൾ അങ്ങനെ ആർക്കെങ്കിലും പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ഏതെങ്കിലും കുട്ടി കൂട്ടത്തിലുണ്ടോ? ഉണ്ടോ? പരസ്യമായിട്ട് പറയണ്ട. നിങ്ങൾ രഹസ്യമായി, എൻ്റെ പ്രിയ സ്നേഹിതൻ റസീൻ, എൻ്റെ പ്രിയപ്പെട്ട ഇവിടുത്തെ പാർട്ടിയുടെ നേതാക്കൾ ഫൈസലും അതുപോലെ തന്നെ അൻവറും ഉൾപ്പെടെയുള്ളവരോട് പഠിക്കാൻ പോകാൻ വൃത്തിയില്ല.
എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പുസ്തകവും ബാക്കി എന്താണോ വേണ്ടത് അതിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു തരും. ഞാനിത് പറയുന്നത് ഒരാളും പണമില്ലാത്തതിൻ്റെ പേരിൽ മാറിപ്പോകാൻ പാടില്ല, പഠനം നിർത്താൻ പാടില്ല. പഠിക്കാവുന്നിടത്തോളം പഠിക്കാൻ വേണ്ട ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കാൻ നമ്മളൊക്കെ വിചാരിച്ചാൽ നടക്കും, അല്ലേ? ഉറപ്പല്ലേ? ഇൻഷാ അല്ലാഹ് ഇവരെല്ലാവരും ഈ ഇക്കമാരെല്ലാവരും കൂടെ ഉണ്ടാവുമെന്ന് പറയണം. ഞാൻ അത്രമാത്രം പറയുന്നു. എല്ലാം കാണുന്നവനും കേൾക്കുന്നവനുമായ സർവശക്തനായ റബ്ബിൻ്റെ കരുണാകടാക്ഷം ഈ ഇരുത്തത്തിന് മേൽ, ഈ പ്രവർത്തനങ്ങൾക്ക് മേൽ ഉണ്ടാകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും ഒരു കൊച്ചു മിടുക്കനോ പാട്ട് പാടുന്ന ആരെങ്കിലും കൂട്ടത്തിലുണ്ടോ? ഞാൻ അതുകൂടെ ചോദിച്ചിട്ട് നിർത്തുകയാണ്. അവിടെ തോൽക്കാൻ പറ്റില്ല. എനിക്കറിയാം ഈ കൂട്ടത്തിൽ നന്നായി പാടുന്ന മിടുക്കികളുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ചോദിച്ചപ്പോൾ റസീം പറഞ്ഞു നല്ല മിടുക്കിയുണ്ടെന്ന് പറഞ്ഞു, മിടുക്കനുണ്ടെന്ന് പറഞ്ഞു. സ്വയം കടന്നു വരാവുന്ന ഒരു മിടുക്കനും ഉണ്ടോ? അതിനുശേഷം നമുക്ക് സമ്മാനത്തിലേക്ക് പോകാം. ആരാണ് ഗ്യുൻ മുഹമ്മദ്? ഒന്ന് എഴുന്നേറ്റ് ഒരു കയ്യടി കൊടുത്ത് നമ്മൾ ഈ മൂടൊന്ന് മാറാൻ വേണ്ടി ഗ്യുൻ മുഹമ്മദ് ഒന്നും ഇങ്ങോട്ട് വന്ന് ഒരു പാട്ട് പാടിയേ. അപ്പൊ ഞാൻ നിർത്തട്ടെ. ഈ നന്മ നിറഞ്ഞ ഈ സായാഹ്നം 3 മണിക്കാണ് എന്നോട് ഇവിടെ 4 മണിക്കാണ് വരാൻ പറഞ്ഞത്. ഇപ്പൊ സന്ധ്യയിലേക്ക് പോവുകയാണ്. ഈ സന്ധ്യ ഒരുപാട് മിടുക്കികൾക്കും മിടുക്കന്മാർക്കുമുള്ള സമ്മാനം ഇവിടെ ഇരിക്കുകയാണ്. ഏതായാലും എല്ലാവരെയും മുസ്ലിം ലീഗിൻ്റെ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി അഭിനന്ദിക്കാൻ, അനുമോദനങ്ങൾ രേഖപ്പെടുത്താൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പരമകാരുണികനും കരുണാഭാരതിയുമായ തമ്പുരാന്റെ തിരുനാമത്തിൽ ഈ മഹത്തായ സംഗമം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹരിശാങ്കമാശകിയാൽ അലങ്കാരത്വക്കത്തുമ്മൽ അശഗോളി ചോരിന്തോതി അഹദിൻ്റെ തിരുഹക്ക് ബീഡിൻ്റെ ചെയ്തേറാണി അരുണനെ വണങ്ങി നമിച്ചുകൂടി പൊൻകുടൽ വൽക്കീസാനേ സഭയുടെ പതിയിൽ പുകിലായ പുകിലകൾ തരന്തായി വലുതായി പതി വാങ്ങും നബി സുലൈമാനവർ കാലാവിട്ടതാ പതിവാങ്ങും നബി സുലൈമാനവർ കാലാവിട്ടതായി അരിശാങ്കമാശകിയാൽ അലങ്കാരത്വക്കത്തുമ്മൽ അശഗോളി ചോരിന്തോതി അഹദിൻ്റെ തിരുഹക്ക് ബീഡിൻ്റെ ചെയ്തേറാണി അരുണനെ വണങ്ങി നമിച്ചുകൂടി പൊൻകുടൽ ബൽക്കീസാനേ സഭയുടെ പതിയിൽ പുകിലായ പുകിലുകൾ തരന്തായി വലുതായി പതി വാങ്ങും നബി സുലൈമാനവർ കാലാവിട്ടതായി പതി വാങ്ങും നബി സുലൈമാനവർ കാലാവിട്ടതായി മരം കൊത്തി ഹിക്മത്തിൽ പറന്നെത്തി നാലത്തെണ്ടും മടവിതൻ കതിർക്കത്തും ഒളിവും ചങ്കേ മരം കൊത്തി ഹിക്മത്തിൽ പറന്നെത്തി നാലത്തെണ്ടും മടവിതൻ കതിർക്കത്തും ഒളിവും ചങ്കേലെങ്കും പവനെങ്കും ഒളിമാ പദവികൾ നിജമാ
പല കെട്ട കൊത്തളങ്ങൾ തെളിക്കത്തും വിധമാ പുകിയന്തു ഇലാഹത്തിനള്ളിമീനെ തൊതിച്ച് അഹദിയെ സ്തുതിച്ച് പതിക്കുന്നു സിജീരതാൻ തുടിക്കുന്നിതാ കുല്ലും തരിക്കാറ്റിന് ബിനഞ്ചം പിടച്ചില്ലതായി. ഒരുപാട് നേതാക്കന്മാർ ഇവിടെ സംസാരിക്കാനുണ്ട്. അതിനു മുന്നേ ഒരുപാട് നേരമായി ഇവിടെ വന്ന് വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾ അവർക്കുള്ള പുരസ്കാരം കൈമാറ്റമാണ്. അപ്പോൾ ആദ്യമായി ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ് സാഹിബ് സർട്ടിഫിക്കറ്റും മൊമെൻറ്റവും കൈമാറും. ഈ സർട്ടിഫിക്കറ്റ് MSF സംസ്ഥാന കമ്മിറ്റിയുടെ സിദി സാഹിബ് എക്സലൻസ് അവാർഡാണ്. അപ്പോൾ അതാണ് ഇവിടെ കൈമാറുന്നത്. അപ്പോൾ പേര് വിളിക്കുന്നതിനനുസരിച്ചിട്ട് സ്റ്റേജിലേക്ക് കടന്നു വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഹലീമ തസ്ലീം. ഫാത്തിമ ഷംന. ഫാത്തിമ ഷംന. മുഹമ്മദ് നാസിം. മുഹമ്മദ് നാസിം. മുഹമ്മദ് അദ്നാൻ. മുഹസിൻ നൌഷാദ്. മുഹമ്മദ് റമീസ്. മുഹമ്മദ് റമീസ്. മുഹമ്മദ് ജാസിം. ഫാത്തിമ റാനിയ. ഫർസാന റഷീദ്. അലിയ അമീൻ. അത് കഴിഞ്ഞ് ഫാത്തിമ MH. ഫഹദ് SH. യൂണിറ്റ് സെക്രട്ടറിയാണ്, MSFന്റെ യൂണിറ്റ് സെക്രട്ടറിയാണ്. യാസിർ ഷാ. സുറുമി. സുഫിയാൻ TY.
ഇത് 10ാം ക്ലാസ് MSFന്റെ റയീസ് റഹ്മാൻ, മിസ്ഫർ ഇബ്രാഹിം ബാദുഷാ, അഹമ്മദ് സഹൽ, ബാദുഷ റാഫി, മുഹമ്മദ് അദ്നാൻ, ആദിൽ അബ്ദുൽ കരീം, അദ്നാൻ എവിടെ? അദ്നാൻ തന്നെ. ഗിൻ നാസർ, മുഹമ്മദ് ഹുസൈൻ, മുഹമ്മദ് ഹസൻ ഹുസൈനും, ഞങ്ങളുടെ ബദറുൽ മുനീർ, ഹാഫിസ് റഷീദ്, ആദിൽ മൊയ്തീൻ, ആദിൽ മൊയ്തീനാടെ, സാഹിദ് മേത്തർ, മുഹമ്മദ് ഹാഫിസ്, ഷംഹാൽ ഷാനവാസ്, മുഹമ്മദ് അഹ്സാൻ അയൻ, ഹിബ യഹിയ, ഫാത്തിമ നസ്രീൻ, ഹന സലാം, ഫാത്തിമ ഷിറിൻ, ജസ്ന സൈനുദ്ദീൻ, ഹന ഫാത്തിമ, മുഹമ്മദ് ജുനൈദ്, സിയാന നിഷാഫ്, മസൂദ് MM, മുഹമ്മദ് അലി ജൗഹർ,
മുഹമ്മദ് ഇസ്ഹാഖ്. മുഹമ്മദ് യാസീൻ. ആദിൽ മുഹമ്മദ്. അടുത്തത് പുരസ്കാരം നൽകുന്നതിന് വേണ്ടി MSFന്റെ സംസ്ഥാന ട്രഷറർ CK നജാഫിനെ ക്ഷണിക്കുന്നു. അൻസൽന ആഷിഖ്. അഫ്നാൻ അഹമ്മദ്. മുഹമ്മദ് ഫയാസ്. നൗഫൽ TN. അജ്മൽ KJ. ഫൈഹ AS. മുഹമ്മദ് സഫ്വാൻ. ഫിദാ നഹാൻ. റിഫ ബഷീർ. സംറ ഫാത്തിമ. ഫാത്തിമ സൽവ. മുഹമ്മദ് ഫർഹാൻ. മുഹമ്മദ് അനസ്. മുഹമ്മദ് അൻസിൽ. മുഹമ്മദ് അസ്ലം. നമ്മുടെ പരിപാടി സമാപിക്കുകയാണ്. ഒന്ന് രണ്ട് ചെറിയ ആശംസകൾ കൂടെ നിങ്ങളോട് 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി MSFന്റെ സംസ്ഥാന പ്രവർത്തക സമിതി അംഗം ഫൈസ് മുഹമ്മദ് ക്ഷണിക്കും. അസ്സലാമു ഒരുപാട് വൈകി, കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. സിദി സാഹിബിൻ്റെ നാമത്തിൽ MSF സംസ്ഥാന കമ്മിറ്റി നൽകുന്ന ഈ ഒരു സർട്ടിഫിക്കറ്റും അവാർഡും അത് വാങ്ങാൻ സിദി സാഹിബിൻ്റെ നാട്ടിലെ കുട്ടികൾ തന്നെ വന്നിരിക്കുന്നത് വളരെ അഭിമാനകരമായ ഒരു നിമിഷമാണ്. അതിൽ തന്നെ ഏറ്റവും സന്തോഷം ഇവിടെ ഇരിക്കുന്ന
ബഹുഭൂരിപക്ഷം കുട്ടികളും നമ്മളുടെ തന്നെ പ്രവർത്തകരാണ് എന്നുള്ളതാണ്. അത് ഒരു ചരിത്ര നിമിഷത്തിലാണ് നമ്മൾ ഇവിടെ ഈ സായാഹ്നത്തിലിരിക്കുന്നത്. ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ച മണ്ഡലം MSF കമ്മിറ്റിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നതോടൊപ്പം മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് ആശംസ അർപ്പിക്കുകയാണ്. നിങ്ങളുടെ തുടർന്നുള്ള വിദ്യാഭ്യാസ കരിയർ ജീവിതത്തിൽ എല്ലാവിധ ആശംസകളും നേരുന്നു. നിർത്തുന്നു. അസ്സലാമു അലൈക്കും. രണ്ടു വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രവർത്തക സമിതി അംഗം MH ഫൈസൽ സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. വിവിധ പരിപാടികളുമായി മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകർ മുന്നോട്ട് വന്നിരിക്കുകയാണ്. അതിൻ്റെ രണ്ടാമത്തെ സെക്ഷനാണ് ഇന്ന്. നമ്മുടെ സമൂഹത്തിൽ നിന്ന്, സമുദായത്തിൽ നിന്ന് SLCക്കും +2വിനും മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുക, അവരെ ആദരിക്കുക, പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഇവിടെ MSFൻ്റെ നേതൃത്വത്തിൽ, യൂത്ത് ലീഗിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ സമ്മേളിച്ചിരിക്കുകയാണ്. നേരത്തെ MSFനെ കുറിച്ചും മുസ്ലിം ലീഗിനെ കുറിച്ചും ഒരുപാട് നേതാക്കൾ ഇവിടെ സംസാരിച്ചു, വിശദമായി തന്നെ സംസാരിച്ചു. ഇവിടെ ഈ നാട്ടുകാരൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഇവിടെ വന്നിരിക്കുന്നതിൽ എല്ലാവരും മുസ്ലിം ലീഗുകാരാണെന്നോ MSFകാരാണെന്നോ ഉള്ള വിശ്വാസമൊന്നും നമുക്കില്ല. പക്ഷേ അതിനെക്കുറിച്ച് വിശദീകരിക്കുവാനും അതിനെക്കുറിച്ച് ഇവിടെ പറയുവാനും അത് കേൾക്കുവാനും നാം ബാധ്യസ്ഥരാണ്. ഒരു സമൂഹം, ഒരു സമുദായം എന്ന നിലയിൽ നാം ബാധ്യസ്ഥരാണെന്ന കാര്യം നാം മറക്കരുത്. കാരണം ഒരു കെട്ടകാലത്താണ് ഈ സമുദായം ഇന്ന് ഈ രാജ്യത്ത് ജീവിക്കുന്നത്. മത ന്യൂനപക്ഷം ആയി പോയതിൻ്റെ പേരിൽ ഈ രാജ്യത്ത് ജീവിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടുന്ന ഒരു കാലത്ത് നാം നമ്മുടെ പൗരത്വം ഈ രാജ്യത്ത് തെളിയിച്ചില്ല എങ്കിൽ ഈ രാജ്യത്ത് ജീവിക്കാൻ അർഹതയില്ല എന്ന് നമ്മുടെ ഭരണകർത്താക്കൾ അതിൻ്റെ നിയമങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം. അവിടെയാണ് രാഷ്ട്രീയം എന്ന ആ ഒരു പ്രക്രിയക്ക് പ്രസക്തിയാകുന്നത്. ചിലർക്ക് രാഷ്ട്രീയത്തോട് വിമുഖതയുണ്ടാകാം, ചിലർ രാഷ്ട്രീയത്തോട് അടുപ്പമുണ്ടാകാം. പക്ഷേ ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ടുള്ള രാഷ്ട്രീയം നാം മനസ്സിലിട്ടുകൊണ്ട് മുന്നോട്ട് പോയില്ല എങ്കിൽ രാഷ്ട്രീയത്തിലൂടെയാണ് നമുക്കിനി രാജ്യത്ത് ജീവിക്കാൻ കഴിയുക. അതും ഏറ്റവും നല്ല ഉത്തമ സമൂഹം, ഏറ്റവും നല്ല ഉത്തമ രാഷ്ട്രീയം എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയത്തിലൂടെ തന്നെ വളരുക, MSFലൂടെ തന്നെ വിദ്യാർത്ഥി ജീവിതം നടപ്പിലാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ ഇവിടെ ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ മൊബൈൽ സെർച്ച് ചെയ്യുമ്പോൾ നെഹ്റുവിനെ കുറിച്ചും മഹാത്മാഗാന്ധിയെക്കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ ഒപ്പം നിങ്ങൾ CG സാഹിബിനെ കുറിച്ചും കായിദെ മില്ലത്തിനെ കുറിച്ചും എല്ലാം വെറുതെ സെർച്ച് ചെയ്ത് അവർ ഈ സമൂഹത്തോട്, ഈ രാജ്യത്തോട് ചെയ്ത, അല്ലെങ്കിൽ ഇന്ന് നാം ജീവിച്ചിരിക്കുന്ന നമുക്ക് വേണ്ടി അവർ ത്യജിച്ച ത്യാഗങ്ങളെക്കുറിച്ച് നാം മനസ്സിലാക്കി ഉത്തമ സമൂഹമായി വളരാൻ ഓരോ വിദ്യാർത്ഥികളും മുന്നോട്ട് വരണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ യൂത്ത് ലീഗിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ഈ MSFൻ്റെ ഈ സമ്മേളനം, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെ, മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ഈ പരിപാടി അവസാനിക്കുകയാണ്. അവസാനമായി നന്ദി പറയുന്നതിന് വേണ്ടി നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി ഉബൈദിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ, ഇന്നിവിടെ നടത്തിയ MSFൻ്റെ പ്രോഗ്രാം വൻ വിജയത്തിലേക്ക് എത്തിച്ച എല്ലാവർക്കും നന്ദി ആദ്യം തന്നെ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ അധ്യക്ഷൻ, ഉദ്ഘാടനം നടത്തിയ CA റഷീദ്, ജില്ലാ പ്രസിഡന്റ്, ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റ് CA റഷീദ്, മുഖ്യാതിഥിയായെത്തിയ CK നജാഫ്, മറ്റ് MSF ലീഗ്, യൂത്ത് ലീഗ് നേതാക്കന്മാരെ, ഈ വേളയിൽ ഞാൻ വളരെയധികം സന്തുഷ്ടനാണ്. ഇവിടെ കൂടിയിരിക്കുന്നവരിൽ കൂടുതലും എൻ്റെ സുഹൃത്തുക്കളാണ്, അതിലുപരി MSFൻ്റെ പ്രവർത്തകരാണ്.
ഇനി MSFൻ്റെ സഹായം നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ ഞങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ കർത്തവ്യം ഞാൻ നിർവഹിക്കുന്നു. അസ്സലാമു അലൈക്കും.